പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും ഈ വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്ന് മലയാള മാസം ഇടവം 17-ാം തീയതി തിങ്കളാഴ്ച മെയ് 31. 3 മണിക്കൂർ ദൈർഘ്യത്തിൽ പോകുന്ന ഈ പരിപാടി നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ആരംഭിക്കുന്നു. ലോകമെമ്പാടും വരുന്ന ഈ തത്സമയം കാണുന്ന എല്ലാ പ്രേക്ഷകരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ ആരംഭിക്കുന്നു ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 59 ആയിരിക്കുന്നു. എല്ലാ ദിവസവും പോലെ ഒരു ദിവസം തന്നെയാണ് തിങ്കളാഴ്ചയും. എന്നാലും കോവിഡ് പോസിറ്റീവ് ആകുന്ന രോഗികളുടെ എണ്ണം കുറയുന്നു എന്ന ശുഭകരമായ വാർത്തയുണ്ട്. അതേസമയം മരണനിരക്ക് ഏകദേശം അതേപോലൊക്കെ തന്നെ നിൽക്കുകയാണ്. അത് നമ്മളെ ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നു. ജനിതക മാറ്റം വന്ന വൈറസിൻ്റെ 3-ാം തരംഗം ഉണ്ടാകുമെന്ന് ലോകത്തിൻ്റെ പല കോണിലും വാർത്ത ഉയരുമ്പോൾ അതും ആശങ്കപ്പെടുന്ന മറ്റൊരു വാർത്തയായി കാണുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങളോട് സന്തോഷകരമായി സംസാരിക്കാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ നമുക്ക് വാർത്താ ചാനലാവുമ്പോൾ അത്ര ശുഭകരമല്ലാത്ത വാർത്തകളും പറഞ്ഞേ പറ്റൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ പ്രഭാതത്തിൽ നമ്മെ നേരിടുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ആദ്യം നമുക്ക് ലക്ഷദ്വീപിലേക്ക് പോകാം. ലക്ഷദ്വീപിനൊപ്പമാണ് കേരളമെന്ന് തെളിയിക്കുന്ന കാര്യം ഇന്നുണ്ടാകും. അഡ്മിനിസ്ട്രേറ്ററെ മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. പൂർണ്ണ പിന്തുണയെന്ന് പ്രതിപക്ഷം. മറ്റൊരു വാർത്ത, സംസ്ഥാനത്ത് ലോക്ക്ഡൗൺ ഇളവുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിലാണ്. 50% ജീവനക്കാരുമായി സെക്രട്ടേറിയറ്റ് ഇന്ന് പ്രവർത്തനം പുനരാരംഭിക്കും. ബാങ്കുകൾ വൈകിട്ട് 5 മണി വരെ. ടെക്സ്റ്റൈൽസും ജ്വല്ലറികളും ഒന്നിടവിട്ട ദിവസങ്ങളിൽ പ്രവർത്തിക്കും. അതേപോലെ CBSE ICSE 12ാം ക്ലാസ് പരീക്ഷ റദ്ദാക്കണം എന്ന ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ. മുൻവർഷത്തെ മാർക്കുകൾ അടിസ്ഥാനപ്പെടുത്തി പരീക്ഷ ഒഴിവാക്കാൻ ആലോചനയുമായി കേന്ദ്രവും രംഗത്ത്. KPCC പ്രശ്നത്തിലേക്ക് വന്നാൽ KPCCക്ക് താൽക്കാലിക അധ്യക്ഷനുണ്ടാകില്ല. പുതിയ അധ്യക്ഷനെ നിശ്ചയിക്കും വരെ ചുമതല മറ്റാർക്കും നൽകേണ്ടതില്ല എന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി. ഇനി നമുക്ക് കാലാവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. അതുപോലെ സ്കൂൾ പ്രവേശനോത്സവം സംസ്ഥാനതല ഉദ്ഘാടനം നാളെയാണ്. നാളെ സ്കൂൾ തുറക്കുന്നു. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. നാളെ സ്കൂളിലേക്ക് പോകുന്ന എല്ലാ കുട്ടികൾക്കും നമ്മൾ ആശംസകൾ നേരുന്നു. സാധാരണഗതിയിൽ തുള്ളിക്കളിച്ച് തുമ്പിയെപ്പോലെ പാറി കളിച്ചൊക്കെ സ്കൂളുകളിലെത്തുന്ന കുട്ടികൾക്ക് ആ ദിവസമൊക്കെ ഒരു ഓർമ്മയായിരിക്കുകയാണ് തൽക്കാലം. എന്നാൽ കുറച്ചധികം കാലം കഴിയും മുമ്പ് തന്നെ അത്തരമൊരു സന്ദർഭം ഉണ്ടാകുമെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും നാളെ ഈ ഓൺലൈൻ ക്ലാസ്സുകൾ കൂടുതലായിരിക്കും. നമുക്കറിയാം പ്രവേശനോത്സവം ഒക്കെ തന്നെ ഒരുപാട് പരിമിതികൾക്കകത്തുനിന്ന് മാത്രമേ ചെയ്യാനാകൂ. അപ്പോൾ കുട്ടികൾക്ക് ആശംസകൾ. എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരിക്കുക. കുറച്ച് കാലം കൂടെ കഴിയുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് സ്കൂളിലോട്ട് ചെല്ലാം. ഓക്കെ. ഇനി ഇന്നൊരു ഓർമ്മ ദിനമാണ്. മലയാളിയുടെ പ്രിയപ്പെട്ട കഥാകാരി മാധവിക്കുട്ടി ഓർമ്മയായിട്ട് ഇന്ന് 12 വർഷം തികയുകയാണ്. കമലദാസ് എന്ന പുറം ലോകവും മാധവിക്കുട്ടി എന്ന് മലയാളികളും സ്നേഹത്തോടെ വിളിക്കുന്ന കമല സുരയ്യെ മലയാളത്തിൽ നഷ്ടപ്പെട്ടിട്ട് 12 കൊല്ലമായി. മാധവിക്കുട്ടി സംസാരിച്ചതും മാധവിക്കുട്ടി സഞ്ചരിച്ചതും പുതിയ വഴികളിലൂടെയായിരുന്നു. പലപ്പോഴും അത് പ്രവചനാതീതവും. സാധാരണ വ്യക്തിയല്ല എഴുത്തുകാരൻ, അസാധാരണ വ്യക്തിയാണ്. അപ്പോൾ അസാധാരണ വ്യക്തികൾക്ക് അളക്കാൻ വേറൊരു അളവുകോൽ തന്നെ വേണം. അല്ലാണ്ട് ഈ സാധാരണ നോക്കണ കണ്ണുകൊണ്ട് നോക്കരുത്. ജീവിതവും സങ്കല്പവും ഇടകലർത്തി മാധവിക്കുട്ടി എഴുതിയതു മുഴുവൻ സ്നേഹത്തെക്കുറിച്ചായിരുന്നു. ശാന്തമായൊഴുകുന്നൊരു നദി പോലെയാകും ചിലപ്പോൾ, കലങ്ങിമറിയുന്ന മലവെള്ളപ്പാച്ചിൽ പോലെയാണ് മറ്റു ചിലപ്പോൾ. കഥകളിലൂടെ ആ സ്നേഹ സാന്നിധ്യം അനുഭവിക്കാത്തവർ കുറവ്. ജീവിതത്തിൽ അടുത്തറിഞ്ഞവർക്കും പറയാൻ മറിച്ചൊന്നുമില്ല. വായനക്കാർക്ക് പ്രിയപ്പെട്ട ആമിയായി കമലാ സുരയ്യ എന്ന മാധവിക്കുട്ടി. കഥയെഴുതുമ്പോൾ ഞാൻ എന്നെപ്പറ്റിയും കഥാപാത്രങ്ങളെക്കുറിച്ചും മാത്രം ഓർക്കുന്നു. എഴുതിക്കഴിഞ്ഞാൽ അത് വായനക്കാരുടേതാകുന്നു, കമല പറഞ്ഞു. തന്നെ ഏറ്റവുമധികം സ്വാധീനിച്ചത് അമ്മമ്മയാണെന്ന് കമല. നാലപ്പാട്ട് തറവാടും പുന്നയൂർക്കുളവും നീർമാതളവും ആ ഓർമ്മകളോട് ചേർന്ന് നിൽക്കുന്നുവെന്നും ആമി ഒരിക്കൽ പറഞ്ഞു. കൽക്കത്തയിലെ നഗരജീവിതത്തിനിടയിലും മനസ്സുകൊണ്ട് കമല പുന്നയൂർക്കുളത്താണ് ജീവിച്ചത്. ജമീന്ദാരുടെ മകൾ, പുഴ വീണ്ടും ഒഴുകി തുടങ്ങിയ കഥകളിൽ ദാമ്പത്യബന്ധത്തിലെ ഒറ്റപ്പെടലിനെക്കുറിച്ച് പറയുന്നു. ചീത്തമാമൻ എന്ന കഥയിൽ സമൂഹത്തിൽ എക്കാലവും നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ
ഭയലേശമില്ലാതെ കോറിയിടുന്നു മാധവിക്കുട്ടി. സ്ത്രീയുടെ സ്വതന്ത്ര ചിന്തകളും വൈകാരിക ഭാവങ്ങളും വരച്ചിടുന്നതിൽ മാധവിക്കുട്ടിയോളം സത്യസന്ധത പുലർത്തിയ മറ്റൊരാൾ വിരളമെന്നു തന്നെ പറയാം. പ്രണയിക്കുമ്പോൾ ഏറ്റവും മനോഹരിയാകുന്നുവെന്ന്, സ്നേഹരാഹിത്യത്തിൽ അകം പൊള്ളുന്നുവെന്ന് തുറന്നു പറഞ്ഞ കഥാകാരി. സ്നേഹിച്ചും പരിഭവിച്ചും കലഹിച്ചും കമലാ സുരയ്യ എന്ന മാധവിക്കുട്ടി മലയാളിക്കു മുന്നിൽ തുറന്നുവച്ച കഥയുടെ മായാലോകം. സ്നേഹത്തിൽ വിശ്വസിച്ചു, ബന്ധങ്ങളുടെ തകർച്ചയിൽ വേദനിച്ചും വേവലാതിപ്പെട്ടും കമലാ സുരയ്യ എഴുതിവച്ചതെല്ലാം വായനക്കാർ ഹൃദയത്തോട് ചേർത്തു. എന്റെ കഥ ബാല്യകാല സ്മരണകൾ, പക്ഷിയുടെ മണം, നിർമാതളം പൂത്ത കാലം, നഷ്ടപ്പെട്ട നീലാംബരി, സമ്മർ ഇൻ കൽക്കട്ട, ആൽഫബറ്റ് ഓഫ് ലസ്റ്റ്, ഓൾഡ് പ്ലേ ഹൌസ് തുടങ്ങി നിരവധി ഇംഗ്ലീഷ് കവിതാ സമാഹാരങ്ങൾ. 1964 ഏഷ്യൻ പോയട്രി പ്രൈസ് അടക്കം നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ മാധവിക്കുട്ടിയെ തേടിയെത്തി. വിടവാങ്ങി വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിത്യസുഗന്ധം പരത്തുന്നു വാക്കുകളിലൂടെ മാധവിക്കുട്ടി നട്ടുവളർത്തിയ നിർമാതളപ്പൂക്കൾ. റിസർച്ച് ഡെസ്ക് 24. ഒരു എഴുത്തുകാരി എന്നതിനപ്പുറം സ്നേഹ സുഗന്ധം പരത്തി ഈ നാട്ടിൽ ജീവിച്ച ഒരാളാണ്. ഇന്ന് 12 കൊല്ലം തികയുന്നു ആ ഓർമ്മ ദിനത്തിന്. എന്തായാലും മാധവിക്കുട്ടിയുടെ കഥകൾ, മാധവിക്കുട്ടിയുടെ കവിതകൾ, ഇന്ത്യക്ക് പുറത്തറിയപ്പെടുന്ന ഇംഗ്ലീഷ് കവിതകൾ, ഇതൊക്കെ തന്നെ മാധവിക്കുട്ടിയെ നമുക്കിടയിൽ ജീവിപ്പിച്ചുകൊണ്ടേയിരിക്കും. കാലാതിവർത്തിയാണ് മാധവിക്കുട്ടിയുടെ കവിതകളിൽ പലതും. അവർ ഇത്രയും കരുത്തോടെ മലയാളത്തിൽ ഒരു ആത്മകഥ എഴുതാനും ആരും ധൈര്യം കാണിച്ചിട്ടില്ല. എന്തും തുറന്നു പറയാനുള്ള ആ ധൈര്യവും തൻ്റെ ഇടവും മാധവിക്കുട്ടിയെ മറ്റൊരാളാക്കുന്നു. ഇനി നമുക്ക് തലസ്ഥാനത്തേക്കാണ്. തനേഷ് തമ്പി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. തനേഷ്, ഗുഡ് മോർണിംഗ്. തനേഷ്, ലക്ഷദ്വീപിന് പിന്തുണ കൊടുത്തുകൊണ്ടുള്ള പ്രമേയം ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കുകയാണ്. ഒരുപക്ഷെ ഈ ലക്ഷദ്വീപിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യ സംഭവമാണ് നമ്മുടെ നിയമസഭ ഇങ്ങനെയുള്ളൊരു പ്രമേയം പാസ്സാക്കേണ്ടി വരുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നത്? SKN രാവിലെ 9 മണിക്കാണ് നിയമസഭ ആരംഭിക്കുന്നത്. ആദ്യത്തെ പരിപാടി തന്നെ ഈ പ്രമേയം അവതരണമാണ്. ഇതിന് കാരണം നേരത്തെ ചോദ്യോത്തരം 7-ാം തീയതി വരെ റദ്ദ് ചെയ്യാനുള്ള തീരുമാനം നിയമസഭാ സെക്രട്ടേറിയറ്റ് എടുത്തിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ചേർന്ന കാര്യോപദേശക സമിതിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. അതിന് കാരണം കോവിഡ് കാരണം ജീവനക്കാർക്ക് വരാൻ കഴിയാത്തത് കൊണ്ട് പൂർണ്ണമായ അർത്ഥത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലൊരു തീരുമാനമെടുത്തത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ബിസിനസ് എന്ന് പറയുന്നത് പ്രമേയ അവതരണം തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും ചട്ടം 118 അനുസരിച്ച് ഈ പ്രമേയം അവതരിപ്പിക്കുക. ലക്ഷദ്വീപിലെ ജനങ്ങളുടെ ഭരണഘടനാവകാശങ്ങൾ സംരക്ഷിക്കുക, അവരുടെ ജീവനും ജീവനോപാധിയും സംരക്ഷിക്കുക, ഒപ്പം തന്നെ അവിടെ ഇത്രയധികം കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന അഡ്മിനിസ്ട്രേറ്ററെ തിരികെ വിളിക്കാൻ കേന്ദ്രം തയ്യാറാവുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരിക്കും ഈ പ്രമേയം. പ്രതിപക്ഷം പൂർണ്ണമായും ഈ പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്നുള്ള കാര്യം ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ശബ്ദം ഒറ്റക്കെട്ടായി തന്നെ ഈ നിയമസഭയിൽ മുഴങ്ങും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഒരു എതിരഭിപ്രായവും ഉണ്ടാകില്ല. ഈ പ്രമേയം കേന്ദ്രത്തിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. ലക്ഷദ്വീപിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് അവിടുത്തെ ജനങ്ങളെ സാരമായി ബാധിക്കുന്നതാണ്. അത് അവിടുത്തെ സാംസ്കാരികവും പൈതൃകവുമായ അവിടുത്തെ പരിസരങ്ങളെ ആകെ തകർക്കുന്നതാണ് എന്നുള്ളതാണ് കേരളം പറയുന്നത്. ഏതായാലും മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന പ്രമേയത്തിന് പ്രതിപക്ഷം കൂടി പൂർണ്ണ പിന്തുണ നൽകുന്നതോടുകൂടി കേരളത്തിൻ്റെ ഒറ്റക്കെട്ട ശബ്ദമായി ലക്ഷദ്വീപിന് വേണ്ടി മുഴങ്ങും. അത് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലേക്കും എത്തും. അത്തരത്തിലുള്ള ശക്തമായ സമ്മർദ്ദം ലക്ഷദ്വീപിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പിൻവാങ്ങാൻ കേന്ദ്രത്തെ നിർബന്ധിതരാക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും രാവിലെ ആദ്യ ബിസിനസ്സായി 9 മണിക്ക് തന്നെ പ്രമേയ അവതരണം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. SKN. അതുപോലെ ഇന്ന് വളരെ പുതുമയുള്ളൊരു കാര്യം, KK ശൈലജ ടീച്ചറാണ് ഇന്ന് നന്ദിപ്രമേയ ചർച്ചയ്ക്ക് തുടക്കമിട്ട് പ്രസംഗിച്ചു തുടങ്ങുന്നത്. അത് ഒരുപക്ഷെ ആദ്യ സംഭവമാണ്, ഒരു വനിത ആദ്യമായിട്ട് നന്ദിപ്രമേയ ചർച്ച തുടങ്ങി വയ്ക്കുന്നത്. എന്താണ് ഇത്തരമൊരു തീരുമാനമെടുക്കാൻ പാർട്ടിയെ പ്രേരിപ്പിച്ചിരിക്കുന്നത്? ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു നിയമസഭാ കാലം എന്ന് തന്നെ പറയാം. കാരണം കോവിഡ് കാലമായതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 7-ാം തീയതി വരെ ചോദ്യോത്തരവേളയില്ല. ഉപക്ഷേപങ്ങളും അതുപോലെ തന്നെ ശ്രദ്ധ ക്ഷണിക്കലുമൊന്നും ഇന്നില്ല. നാളെ മുതൽ അത് പുനരാരംഭിക്കുമെന്ന് പറയുന്നു. അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾക്കിടയിലേക്കാണ് മറ്റൊരു പ്രത്യേകത. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിത നന്ദിപ്രമേയ ചർച്ച തുടങ്ങി വെക്കുന്നു എന്നുള്ളതാണ്. മുൻ ആരോഗ്യമന്ത്രി കൂടിയായ KK ശൈലജയാണ് നന്ദിപ്രമേയ ചർച്ച തുടങ്ങുന്നത് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. നമുക്കറിയാം, ഈ മന്ത്രിസഭാ രൂപീകരണവുമൊക്കെ ഏറ്റവും അധികം വിവാദമുയർന്നത് KK ശൈലജയെ മാറ്റി നിർത്തിയതുമായി ബന്ധപ്പെട്ടാണ്. അത്തരം ഒരു സാഹചര്യത്തിലാണ് KK ശൈലജ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് തുടക്കമിടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ കൗതുകത്തോടു കൂടിയാണ് ആ ഒരു വാർത്തയെ അല്ലെങ്കിൽ ആ ഒരു
പ്രസംഗത്തെ കേരളം കാത്തിരിക്കുന്നത് എന്ന് പറയാം. അതിന് പുറമെ 4-ാം തീയതിയാണ് ബജറ്റ്. 3 ദിവസം നന്ദിപ്രമേയ ചർച്ച തുടരും. അതിനുശേഷം 4-ാം തീയതി വെള്ളിയാഴ്ച പുതുക്കിയ ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിക്കും. ഇതിനിടയിൽ നടക്കുന്ന മറ്റു ചില കാര്യങ്ങൾ, ഒന്ന് രാജയുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ സഗൗരവമോ ദൈവനാമത്തിലോ എന്ന് പറഞ്ഞിരുന്നില്ല എന്നുള്ള ഒരു വാദം ഉയർന്നിട്ടുണ്ട്. ഇക്കാര്യം നിയമവകുപ്പ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിയമവകുപ്പിൻ്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷം ആവശ്യമെങ്കിൽ രാജയ്ക്ക് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ദേവികുളത്തു നിന്നുള്ള CPIM MLA ആണ് രാജ. ഒപ്പം തന്നെ മറ്റൊരു പ്രത്യേകത, നാളെയാണ് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണി വരെയാണ് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിയുക. ഡെപ്യൂട്ടി സ്പീക്കറായിരിക്കും ബജറ്റിന്മേലുള്ള ചർച്ച തുടങ്ങി വെക്കുക എന്നുള്ളൊരു പ്രക്രിയയുണ്ട്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിലെ നടപടിക്രമങ്ങളിലേക്ക് നിയമസഭ കടക്കുന്നത്. ഇത്തരത്തിൽ ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു നിയമസഭാ കാലമായിരിക്കും ചുരുങ്ങിയ കാലത്തേക്കാണെങ്കിലും ഈ നിയമസഭ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതുപോലെ തനീഷ്, സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ ഇളവുകളോടെ നടപ്പിലാക്കപ്പെടുകയാണ്. 50% കടകൾ തുറക്കുമെന്നൊരു സാഹചര്യമുണ്ടോ? അതുപോലെ ജുവലറികളൊക്കെ തുറക്കാൻ അനുമതി കൊടുത്തിരിക്കുകയാണ്. എന്തൊക്കെ ഇളവുകളാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്? ലോക്ക്ഡൌണിൻ്റെ ഇളവുകൾ അത് പ്രതിഫലിക്കുന്നുണ്ട് റോഡുകളിൽ. കാരണം ഇത്ര നേരത്തെ തന്നെ റോഡുകളിലൊക്കെ വാഹനങ്ങൾ ഉണ്ട്, സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നുണ്ട് എന്ന് നമുക്ക് കാണാം. പൊതുഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ് എന്ന് ഉള്ളപ്പോൾ തന്നെ കൂടുതൽ ആളുകൾ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ റോഡുകളിലേക്ക് ഇറങ്ങുന്നുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഈ ലോക്ക്ഡൌൺ ഇളവുകൾ തന്നെയാണ്. 9-ാം തീയതി വരെയാണ് ലോക്ക്ഡൌൺ ഉള്ളത്. ഇന്നു മുതൽ ബാങ്കുകൾ വൈകിട്ട് 5 മണി വരെ പ്രവർത്തിക്കാം. മറ്റു ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഇന്ന് പ്രവർത്തിക്കാൻ കഴിയും. ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, പാഴ്സൽ എന്നിവ രാവിലെ 7 മുതൽ രാത്രി 7:30 വരെ എന്നുള്ള ഒരു നിലയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഹോം ഡെലിവറി രാത്രി 9 വരെയാണ്. അവശ്യ ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന കടകൾ രാവിലെ 7 മുതൽ രാത്രി 7:30 വരെ എന്ന് നിജപ്പെടുത്തിയിട്ടുണ്ട്. പാഠപുസ്തകം, വിവാഹ ആവശ്യത്തിനുള്ള കടകൾ, സ്വർണം, ചെരുപ്പ് എന്നിവ വിൽക്കുന്ന കടകൾ വൈകിട്ട് 5 വരെ എന്ന് തീരുമാനിച്ചിരിക്കുന്നു. കാർഷിക സേവനങ്ങൾ നൽകുന്ന കേന്ദ്രങ്ങൾ, കാർഷിക അനുബന്ധ യന്ത്രോപകരണങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ. അത്തരത്തിൽ പോസ്റ്റ് ഓഫീസിൽ പണമടയ്ക്കാൻ RD കളക്ഷൻ ഏജന്റുമാർക്ക് ഇന്ന് മാത്രം യാത്രാനുമതി നൽകും. ഫ്രിഡ്ജ് നന്നാക്കുന്ന കടകൾ തുറക്കാൻ അനുമതിയുണ്ട്. അതുപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങൾക്ക് 50% ജീവനക്കാരുമായി പ്രവർത്തിക്കാം എന്നും നിശ്ചയിച്ചിട്ടുണ്ട്. നേരത്തെ നിശ്ചയിച്ച വിവാഹങ്ങൾക്ക് പ്രോട്ടോകോൾ പാലിച്ച് 20 പേർക്ക് പങ്കെടുക്കാം. മരണാനന്തര ചടങ്ങുകളിൽ 20 പേർക്ക്. അക്കാര്യങ്ങളിലൊന്നും മാറ്റമില്ല. അതോടൊപ്പം തന്നെ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഓൺലൈനായി വാങ്ങാമെന്നുള്ളതാണ്. ഹോം ഡെലിവറി, ഓൺലൈൻ ഡെലിവറി എന്നിവയ്ക്കായി തുണിക്കടകൾക്കും ആഭരണ കടകൾക്കും പ്രവർത്തിക്കാം. പഴം, പച്ചക്കറി എന്നിവയുടെ വിപണനവുമായി ബന്ധപ്പെട്ട ഹോർട്ടികോർപ്പ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിനും ഇളവ് നൽകിയിട്ടുണ്ട്. കള്ളുഷാപ്പുകളിൽ നിന്ന് കള്ള് പാഴ്സലായിട്ട് നൽകും. ബാറുകൾക്കും ബെവറേജസ് കോർപ്പറേഷൻ്റെ മദ്യശാലകൾക്കും തുറക്കാനുള്ള അനുമതി ഇല്ല. നാളെ കുറച്ചുകൂടി കൂടുതൽ ഇളവുകൾ നാളെ മുതൽ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഫോണ്, കമ്പ്യൂട്ടർ കടകൾ എന്നിവയുടെ കാര്യത്തിലൊക്കെയാണ് അത്. അത്തരത്തിൽ ഇളവുകൾ ഒട്ടേറെ ഉണ്ടായിട്ടുണ്ട്. അതിനനുസരിച്ച് ആളുകൾ പുറത്തേക്കും ഇറങ്ങുന്നുണ്ട്. നമുക്ക് റോഡുകളിലെ ദൃശ്യങ്ങളിൽ കൂടുതൽ വാഹനങ്ങൾ നഗരങ്ങളിലൂടെ കടന്നു പോകുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എങ്കിലും ജാഗ്രത അനിവാര്യമായ കാലഘട്ടം തന്നെയാണ് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം രോഗത്തിൻ്റെ നിരക്ക് കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ പോലും അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയ്ക്കും വന്നിട്ടില്ല എന്നുള്ളത് ഒരു പ്രതിസന്ധിയായി മുന്നിൽ നിൽക്കുകയാണ്. മരണനിരക്കും വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകാൻ എല്ലാ ജനങ്ങളും തയ്യാറാകണം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇന്ന് നമുക്കുള്ളത്. ഓക്കെ, താങ്ക് യു. തനേഷ് തമ്പിയാണ് തിരുവനന്തപുരത്ത് നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും ഒരുപാട് ഇളവുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിലുണ്ട്. എന്നാലും നമ്മളിതിൻ്റെ അപകട സന്ധി കടന്നു എന്നതിന് അർത്ഥമില്ല. അതുകൊണ്ട് പരമാവധി ഇളവുകൾ നമ്മൾ അനുഭവിക്കുമ്പോൾ തന്നെ എല്ലാ കോവിഡ് പ്രോട്ടോകോൾ മാനദണ്ഡങ്ങളും പാലിച്ചു വേണം നമ്മളതൊക്കെ അനുഭവിച്ച് തീരാൻ. അല്ലെങ്കിൽ കൂടുതൽ അനുഭവിക്കേണ്ടി വരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി രമേശ് എന്നൊരാളൊരു കാര്യം ചോദിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ഒരു വാർത്ത 100 ന്യൂസിൽ കൊടുക്കണം, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയുന്ന പോലെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ചില ജില്ലകളിലൊക്കെ 2 ആൾക്കാരുണ്ട്, 24 റിപ്പോർട്ടേഴ്സ് ഉണ്ട്. അവരെ സമീപിച്ച് അവർക്ക് വാർത്ത കൊടുക്കുക. കാരണം വാർത്ത ആധികാരികമാണോ എന്ന് ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് സംപ്രേഷണം ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് അതിൻ്റെ ജില്ലാ റിപ്പോർട്ടർ എല്ലാ സ്ഥലത്തും ഉണ്ട്. നിങ്ങൾ രമേശ് എവിടെയാണ് താമസിക്കുന്നത് വെച്ചാൽ അവിടെയുള്ള റിപ്പോർട്ടറെ അന്വേഷിക്കുക. ഇനി നമുക്ക് മറ്റൊരു കാര്യം ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. 24 കാണുന്ന ഒരു പൂച്ചക്കുട്ടിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. കുറച്ചധികം ആൾക്കാരത് ആ ദൃശ്യങ്ങൾ കണ്ടു. ഇതാ എവിടെയാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. തൊടുപുഴ കരിമണ്ണൂരിലെ ഒരു 7ാം ക്ലാസ്സുകാരിയാണ് ഈ വീഡിയോയുടെ ഉടമ. കാരണം നമുക്ക് 24നെ ട്രോൾ ചെയ്യുക ആ വീഡിയോ ഉണ്ടായത് എപ്പോഴെന്ന്. ഇപ്പടിയാണത്. ഇന്നലെ മുതൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ വൈറലായിക്കൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് ഈ വാർത്ത കാണുന്ന പൂച്ചക്കുട്ടി, 24 കാണുന്ന പൂച്ചക്കുട്ടി. അപ്പോൾ ആ വീഡിയോയുടെ പിന്നിലുള്ളത് ആരാണ് എന്നുള്ളൊരു അന്വേഷണത്തിലായിരുന്നു 24. അങ്ങനെ നമ്മൾ കരിമണ്ണൂർ സ്വദേശിയായ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി മീനു ഷാജിയാണ് ഇത്തരത്തിലൊരു വീഡിയോ പുറത്തിറക്കിയത്. അപ്പോൾ മീനുവിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്.
ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയി. എനിക്കും കാണണം ഈ വാർത്തകളൊക്കെ. കുറേ നാളായില്ലേ വാർത്തകളൊക്കെ ഒന്ന് കണ്ടിട്ട്. നോക്കട്ടെ. ലക്ഷദ്വീപിൽ കൂടെ വായിക്കാനും പറ്റുന്നില്ല. എന്താ ബ്രേക്കിംഗ് ന്യൂസ്, ഇന്നത്തെ വാർത്തകൾ. വീണ്ടും ലക്ഷദ്വീപിൽ കൂടെ വായിക്കാനും പറ്റുന്നു. വീണ്ടും ബ്രേക്കിംഗ് ന്യൂസ്. ഇതെന്താ ഈ ബ്രേക്കിംഗ് ന്യൂസ്? സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഈ വീഡിയോയിലെ അഭിനേതാവിനെ ആദ്യം കാണാം. ക്ലാസ്സുകാരിയാണ്. ഈ വീഡിയോയുടെ സംവിധാനവും എഡിറ്റിംഗും പൂച്ചയ്ക്ക് ശബ്ദം നൽകിയതും കരിമണ്ണൂർ സ്വദേശിയായ മീനു ഷാജിയാണ്. അത് ടി വിയിൽ ഇങ്ങനെ ആ ഷോ വെച്ചപ്പോൾ പൂച്ച അനങ്ങണമെന്നൊക്കെ കണ്ടിട്ട് പൂച്ച അവളെ കയറി. അപ്പോൾ അതിങ്ങനെ കൈവച്ചൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ക്യാമറ എടുത്ത് അച്ഛൻ്റെ ഫോണിലെടുത്ത് ഷൂട്ട് ചെയ്തു. അപ്പോൾ എന്നിട്ട് ഞാൻ പിന്നെ ഓർത്തു എന്നാൽ പിന്നെ ഇത് ഡബ് ചെയ്താലോ, ഇങ്ങനെ വാർത്ത കാണാനായിട്ട് കോവിഡ് ന്യൂസൊക്കെ വരാൻ വേണ്ടി കാത്തിരിക്കുന്നതായിട്ട് എടുത്താലോ എന്ന് വിചാരിച്ചെടുത്ത. വീഡിയോ വൈറലായതോടെ മീനു നാട്ടിലെ താരമായി. ഇനി ലക്ഷ്യം ഒരു യൂട്യൂബ് ചാനലാണ്. ആ കൂട്ടുകാർക്ക് അത് കണ്ടിട്ട് നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. എല്ലാവരും പറഞ്ഞു നന്നായിട്ടുണ്ട്, ഇനി ഇങ്ങനത്തെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷാജി ഭാരതി ദമ്പതികളുടെ മകളാണ് മീനു. ഇനിയും കൂടുതൽ വീഡിയോകൾ ചെയ്യണമെന്നാണ് മീനുവിന്റെ ആഗ്രഹം. സഹോദരൻ അഭിജിത്താണ് പ്രചോദനം. ഇടുക്കി. എന്തായാലും കുറച്ച് അധികം ദിവസങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പൂച്ച ബോധം കിട്ടി വീഴുമായിരിക്കും അല്ലേ? പ്രേക്ഷകരങ്ങനെ അഭിപ്രായപ്പെടുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ഇത്തരം പൂച്ചകൾ ഒരുപാട് ഉണ്ടാകട്ടെ. മനുഷ്യർ കാണാൻ സമയം കുറയുമ്പോൾ പൂച്ചകൾ കാണട്ടെ. ജിസോൾ കുര്യൻ അദ്ദേഹം ഇന്ന് യഥാർത്ഥത്തിൽ സേവ് കുട്ടനാട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. ഇത് സംഘടിതമായിട്ട് ചെയ്യുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. നിലവിലെ സാഹചര്യത്തിൽ പ്രളയ സാധ്യത കണക്കിലെടുത്ത് കുട്ടനാട്ടിലെ മുഴുവൻ ആളുകൾക്കും വാക്സിൻ നൽകണമെന്നാണ് ഈ സേവ് കുട്ടനാടിൻ്റെ ലക്ഷ്യം. തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ എൻ്റെ വാട്സപ്പിലേക്ക് അയക്കുന്നതിന് പോലെ തന്നെ നിങ്ങൾ ഇത് കുഴപ്പമില്ല, നിങ്ങൾ അയച്ചതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരിക. കാരണം കുട്ടനാട് കണ്ണീരിലാകാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി. കുട്ടനാടിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ സമയം കഴിഞ്ഞു. അവിടെ മട പൊട്ടിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് കണ്ണീർ കാലമായി. അപ്പോൾ ഇപ്പോഴും കാലവർഷം ശക്തിപ്പെടുന്ന ഈ സമയത്തും കുട്ടനാട് വല്ലാത്ത ദുരിതത്തിലാണ്. അവരുടെ കണ്ണീരിൻ്റെ കയങ്ങളിൽ നിന്ന് അവരെ പൊക്കിയെടുക്കാൻ നമ്മുടെ മുഖ്യമന്ത്രിയെ പോലുള്ള ആൾക്കാർ ശ്രമിച്ചേ പറ്റൂ എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സന്ദേശങ്ങൾ മുഴുവനായിട്ട് അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ ഓഫീസിനോ അയച്ചു കൊടുക്കുക. എന്തെങ്കിലും അദ്ദേഹം നടപടികൾ ചെയ്യാതിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നമ്മൾ ഡൽഹിയിലേക്ക് പോകുന്നു. ആർ രാധാകൃഷ്ണൻ ഈ പുലർവേളയിൽ നമുക്കൊപ്പം ചേരുന്നു. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. രാധാകൃഷ്ണൻ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഇന്ന് ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം സംസ്ഥാന ഘടകം ലക്ഷദ്വീപിലെ ഘടകവുമായി ചർച്ച നടത്തുകയാണല്ലോ. എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്? SKN ഈ ലക്ഷദ്വീപ് വിഷയവുമായി ബന്ധപ്പെട്ട് BJPക്കുള്ളിൽ രണ്ടഭിപ്രായമുണ്ട്. പ്രത്യേകിച്ച് ലക്ഷദ്വീപിലെ BJP ഘടകം രണ്ടായി പിളർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഒരു വിഭാഗം ഈ അഡ്മിനിസ്ട്രേറ്ററെ പിന്തുണച്ചുകൊണ്ട് കേന്ദ്ര നിലപാടിന് ഒപ്പം നിൽക്കുമ്പോൾ ഭൂരിപക്ഷമുള്ള മറ്റൊരു വിഭാഗം ഈ അഡ്മിനിസ്ട്രേറ്ററുടെ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഉള്ളത്. സ്വാഭാവികമായിട്ടും അവിടെയുള്ള ജനങ്ങളുടെ നീതി അത് ലഭ്യമാക്കുന്ന വിധത്തിലുള്ള നിലപാട് കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളണം. അഡ്മിനിസ്ട്രേറ്ററുടെ നിലപാടുകൾ തള്ളണം എന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ചർച്ച നടക്കുക. BJPയെ പ്രതിനിധീകരിച്ച് ദേശീയ അധ്യക്ഷൻ JP നദ്ദയും ഉപാധ്യക്ഷൻ അദ്ദേഹത്തിനാണ് കേരളത്തിൻ്റെ ചുമതല ഉള്ളത് AP അബ്ദുള്ളക്കുട്ടിയും ഈ ചർച്ചയുടെ ഭാഗമാകും. ലക്ഷദ്വീപിൽ നിന്നുള്ള BJPയുടെ പ്രതിനിധികൾ ഈ ചർച്ചയിൽ അവരുടെ നിലപാടുകൾ അവതരിപ്പിക്കും. അതിനുശേഷമായിരിക്കും കേന്ദ്ര BJP നേതൃത്വം അവരുടെ നിലപാട് പ്രഖ്യാപിക്കുക. ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഈ ലക്ഷദ്വീപിലെ പ്രവർത്തകർ ഉയർത്തുന്ന വികാരത്തിന് വിരുദ്ധമായിട്ടാണ് BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ മറുപടി എങ്കിൽ വലിയ രാജി ഈ ലക്ഷദ്വീപിലെ BJP ഘടകത്തിലുണ്ടാകും. ഇതടക്കമുള്ള ഒരു സാഹചര്യത്തിലും പശ്ചാത്തലത്തിലുമാണ് ഇന്നത്തെ ഈ യോഗം നടക്കുന്നത്. SKN രാധാകൃഷ്ണൻ, മുല്ലപ്പള്ളി ഒരു സാങ്കേതിക അർത്ഥത്തിൽ മാത്രം KPC പ്രസിഡന്റായി തുടരുന്ന ഈ വേളയിൽ തൽക്കാല പ്രസിഡന്റുമാരെ നിയമിക്കേണ്ടെന്ന് സോണിയാഗാന്ധി തീരുമാനിച്ചിരിക്കുന്നു. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനൊരു തീരുമാനം AICC അധ്യക്ഷനിൽ നിന്നുണ്ടായിരിക്കുന്നത്? അതേപോലെ ഉടൻ തന്നെ KPC പ്രസിഡന്റ് കേരളത്തിലേക്ക് ഇറങ്ങും എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്?
തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് SKN. കാരണം ഇപ്പോൾ ചില ഗ്രൂപ്പുകൾ നടത്തുന്ന ശ്രമം അനുസരിച്ച് ഒരു താൽക്കാലിക അധ്യക്ഷനെ ഇപ്പോൾ ചുമതലയിൽ കൊണ്ടുവരിക, അതിനുശേഷം ദേശീയ തലത്തിൽ ദേശീയ അധ്യക്ഷൻ അധികാരമേറ്റതിന് ശേഷം സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി ഒരു പുതിയ അധ്യക്ഷൻ വരട്ടെ എന്ന നിലപാട് ചില ഗ്രൂപ്പുകൾ ഉയർത്തുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ദേശീയ അധ്യക്ഷയുടെ നിലപാട്. ഈ താൽക്കാലിക അധ്യക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ കൊടിക്കുന്നിൽ സുരേഷിനെയോ ബെന്നി ബെഹന്നാനെയോ ആണ്. ഈ രണ്ട് പേരുകളും തൽക്കാലം അംഗീകരിക്കേണ്ട എന്നൊരു നിലപാടിലും ഈ തസ്തിക ഇപ്പോൾ വേണ്ട എന്നൊരു തീരുമാനത്തിലുമാണ് ദേശീയ നേതൃത്വം ഉള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ്റെ തന്നെ പ്രഖ്യാപനം അടുത്ത ദിവസം തന്നെ നടത്താനായിട്ട് ദേശീയ അധ്യക്ഷ തീരുമാനിച്ചിരിക്കുന്നത്. അശോക് ചവാൻ സമിതി നാളെ തന്നെ റിപ്പോർട്ട് നൽകും. അശോക് ചവാൻ സമിതി ഈ റിപ്പോർട്ട് നൽകുമെന്ന് ഇതിനകം അധ്യക്ഷയെ അറിയിച്ചിട്ടുണ്ട്. ഇതിന് സാങ്കേതികമായിട്ട് തടസ്സം നിന്നിരുന്നത് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ്റെ മൊഴി രേഖപ്പെടുത്താൻ ഇവർക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ ദേശീയ അധ്യക്ഷയ്ക്ക് സംസ്ഥാന അധ്യക്ഷൻ നൽകിയ കത്ത് അദ്ദേഹത്തിൻ്റെ നിലപാടായി സ്വീകരിക്കാനാണ് ഇപ്പോൾ ദേശീയ അധ്യക്ഷ തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് നടപടിക്രമങ്ങൾ അശോക് ചവാൻ സമിതി പൂർത്തിയാക്കുകയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ സമിതിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരുന്നില്ല. ഈ ഒരു പശ്ചാത്തലമാണ് തടസ്സമായി നിന്നിരുന്നത്. ഏതായാലും നാളെ റിപ്പോർട്ട് നൽകും എന്നാണ് അശോക് ചവാൻ ഇപ്പോൾ അറിയിക്കുന്നത്. അതുപോലെ രാധാകൃഷ്ണൻ, പശ്ചിമ ബംഗാളിലെ പോർമുഖം അത് ശക്തി കുറയുന്നില്ലല്ലോ. മാത്രമല്ല ചീഫ് സെക്രട്ടറി ഡൽഹിയിൽ പേഴ്സണൽ മന്ത്രാലയത്തിന് മുന്നിൽ ഹാജരാകണം എന്ന് പറഞ്ഞിരിക്കുന്ന ദിവസം ഇന്നാണ് അവസാനിക്കുക. എന്നാൽ മമതാ ബാനർജി ചീഫ് സെക്രട്ടറി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. പോരെവിടെ വരെ എത്തി ഇപ്പോൾ? SKN ഈ പോര് വളരെ രസകരമായിട്ട് തുടരുകയാണ് SKN. കാരണം ഇന്ന് ഈ ബന്ദോപാധ്യായ ഡൽഹിയിൽ ഹാജരാകില്ല എന്ന് BJP നേതൃത്വത്തിനോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോ ഈ നോട്ടീസ് നൽകിയ ഘട്ടത്തിൽ തന്നെ അറിയാമായിരുന്നു. പക്ഷേ അവർ ആ നോട്ടീസ് എന്നിട്ടും നൽകുന്ന ഒരു പശ്ചാത്തലമാണ് ഉണ്ടായത്. മമതാ ബാനർജി നടത്തിയ പ്രതികരണമാണ് അതിൽ ഏറ്റവും രാഷ്ട്രീയമായി ശ്രദ്ധിക്കപ്പെട്ടത്. വേണമെങ്കിൽ കാല് തൊട്ട് തൊഴുതാം, അവിടെയുള്ള കോവിഡ് പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തരുതും, ചീഫ് സെക്രട്ടറിയെ തിരിച്ചു വിളിക്കുന്ന നടപടി റദ്ദാക്കണം എന്നായിരുന്നു മമതാ ബാനർജി അതിവിദഗ്ധമായിട്ട് ഒരു രാഷ്ട്രീയ ശൈലിയിൽ അവർ പ്രതികരിച്ചത്. അങ്ങനെ രണ്ട് വിഭാഗവും അവരവരുടെ നിലപാടിൽ ഉറച്ചു നിന്ന് രാഷ്ട്രീയമായി ഈ വിഷയത്തെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഉള്ളത്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് CBI ചട്ടങ്ങളുടെ 6(1) അനുസരിച്ച് ഏത് സമയത്തും പേഴ്സണൽ മന്ത്രാലയത്തിൻ്റെ ചട്ടങ്ങൾ അനുസരിച്ച് ഏത് ഘട്ടത്തിലും ഇദ്ദേഹത്തെ തിരികെ വിളിപ്പിക്കാനായിട്ടുള്ള അവകാശം കേന്ദ്ര സർക്കാരിനുണ്ട്. പക്ഷേ സംസ്ഥാനം പറയുന്നത് 3 മാസം കഴിഞ്ഞ ആഴ്ചയാണ് ഇത് നീട്ടി നൽകിക്കൊണ്ട് ചീഫ് സെക്രട്ടറി പദത്തിൽ നീട്ടി നൽകിക്കൊണ്ട് അദ്ദേഹത്തെ സംസ്ഥാനത്ത് നിയോഗിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാൻ ഇപ്പോൾ സാധിക്കില്ല എന്നതാണ്. കാരണം പാൻഡമിക്കുമായി ബന്ധപ്പെട്ടിട്ട് സുപ്രീം കോടതിയുടെ നിർദ്ദേശം നിലവിലുണ്ട്. സുപ്രീം കോടതി എല്ലാവിധത്തിലുള്ള പാൻഡമിക് സാഹചര്യത്തെ തടസ്സപ്പെടുത്തുന്ന നീക്കങ്ങളെയും വിലക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇതിന് യുക്തിയില്ല എന്നാണ്, പ്രസക്തിയില്ല ഈ ഉത്തരവിന് എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. ഏതായാലും ഈ ബന്ദോപാധ്യായ ഇന്ന് ഹാജരായില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, പേഴ്സണൽ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടാകും എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. SKN. അതുപോലെ രാധാകൃഷ്ണൻ, ഡൊമിനിക്കയിൽ തടവിൽ കഴിയുന്ന വിവാദ വജ്ര വ്യാപാരി മെഗുൽ ചോക്സിയെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമെന്ന വാർത്ത വരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പരിക്കേറ്റ ചിത്രങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ എന്തൊക്കെയാണ് ഡൊമിനിക്കയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ? SKN, ഈ മെഹുൽ ചോക്സിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള നടപടികളിലും സമ്മർദ്ദത്തിലുമാണ് ഇന്ത്യ. എന്നാൽ ഈ നീക്കങ്ങളെയെല്ലാം കോടതിയുടെ ഇടപെടൽ ഒരു പരിധിവരെ തടസ്സപ്പെടുത്തുന്ന വിധത്തിലാണ് കാര്യമുള്ളത്. ഡൊമിനിക്കയിൽ അദ്ദേഹത്തിന് പരിക്കേറ്റു എന്ന വിധത്തിലുള്ള ചില ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ ചിത്രം എങ്ങനെ പ്രചരിച്ചു എന്നതടക്കം ഇപ്പോൾ അവിടുത്തെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ ഏതെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്നതുകൂടിയാണ് അന്വേഷിക്കുന്നത്. അദ്ദേഹത്തെ കോവിഡ് കെയർ സെൻ്ററിലേക്കാണ് മാറ്റിയിരുന്നത്. 2-ാം തീയതി കോടതിയിൽ ഹാജരാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ അദ്ദേഹത്തെ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മെഹുൽ ചോക്സിയെ സംബന്ധിച്ച് ഇപ്പോഴും ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത് ഇന്ത്യൻ പൗരൻ തന്നെയാണ് എന്ന വാദമാണ്. ആ വാദത്തിൽ ഊന്നി നിന്നായിരിക്കും ഇന്ത്യ നിലപാടുകൾ സ്വീകരിക്കുക. ഏതായാലും ഈ 2-ാം തീയതി കോടതിയിൽ ഹാജരാക്കുമ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണമായിരിക്കും ഇതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറാൻ പോകുന്നത്. SKN. രാധാകൃഷ്ണനെ ഈ രാവിലെ കണ്ടപ്പോഴാണ് ആവശ്യം സൃഷ്ടിയുടെ മാതാവാണ് എന്നെനിക്ക് മനസ്സിലായത്. സംഭവം സൂപ്പറായിട്ടുണ്ട് രാധാകൃഷ്ണ. പ്രേക്ഷകർ വിചാരിക്കുന്നത് എന്താ പ്രശ്നം. അപ്പോൾ രാധാകൃഷ്ണന് ഹെഡ്ഫോൺ ഇല്ലെങ്കിൽ മൊബൈൽ ഫോൺ വെച്ച് മാനേജ് ചെയ്യുമെന്ന് രാധാകൃഷ്ണൻ തെളിയിച്ചു. ഓക്കെ, എന്തായാലും നന്നായി. അപ്പോൾ ആൾക്കാരെ കണ്ടുപിടിക്കട്ടെ എവിടെയാണ് ഈ മൊബൈൽ ഫോൺ ഒളിച്ചു വെച്ചിരിക്കുന്നത്. താങ്ക് യു. രാധാകൃഷ്ണൻ ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണൻ ഫോർ ജോയിനിങ്. ശംസുദ്ദീൻ മലപ്പുറത്ത് നിന്ന് ഒരു മനസ്സിൽ സൂക്ഷിക്കുന്ന സ്വപ്നം യൂട്യൂബിലൂടെ എന്നെ അറിയിച്ചിരിക്കുക. അദ്ദേഹത്തിന് കേൾക്കേണ്ട കാര്യം, ഇന്ന് പെട്രോൾ വില കൂടിയില്ല എന്ന വാർത്ത ഇന്ന് കേൾക്കാൻ കഴിയും എന്നാണ്
അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ഷംസുദ്ദീനെ താങ്കളെ എനിക്ക് നിരാശപ്പെടുത്തേണ്ടി വരുന്നു. മിക്കവാറും അങ്ങനെ ഒരു വാർത്ത ഉടനെ ഒന്നും വായിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് കൊച്ചിയിൽ നിന്ന് സഹിന ആൻ്റണി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സഹിന ആൻ്റണിയോട് നമുക്ക് ചോദിക്കാം, കാരണം ഇന്ന് 16ാമത്തെ തവണയാണ് വില കൂടിയിരിക്കുന്നത് പെട്രോളിനും ഡീസലിനും. അപ്പോൾ ഗുഡ് മോർണിംഗ് സഹിന ആൻ്റണി. മലപ്പുറത്തെ ഷംസുദ്ദീൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരം കേട്ടല്ലോ. അദ്ദേഹത്തിന് പെട്രോൾ വില ഇന്ന് കൂടിയില്ല എന്ന് നമ്മൾ 24 ഒരു വാർത്ത പറയണം. ഈ അടുത്ത കാലത്താണ് നടക്കുന്ന കാര്യമാണോ? ഒരുപക്ഷെ നാളെ അത് പറയാൻ കഴിയുമായിരിക്കും, പക്ഷേ മറ്റന്നാൾ അതിന് സാധ്യതയില്ല. കാരണം ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ഇപ്പോൾ പെട്രോളിനും ഡീസലിനും വില കൂടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 16 ദിവസമായി, ഈ മാസം 16 തവണയാണ് പെട്രോളിനും ഡീസലിനും വില കൂടിയത്. അതെല്ലാം എടുത്തു നോക്കിയാൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇന്ന് പെട്രോളിനും ഡീസലിനും വില കൂടിയിട്ടുണ്ടെങ്കിൽ നാളെ പെട്രോളിനും ഡീസലിനും വില കൂടില്ല. ആ ഒരു രീതിയിലേക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമാണ് പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നും രാജ്യത്തെ പെട്രോളിനും ഡീസലിനും കാര്യമായി തന്നെ വില വർദ്ധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇന്ന് പെട്രോളിന് 29 പൈസയും ഡീസലിന് 28 പൈസയുമാണ് വർദ്ധിച്ചിരിക്കുന്നത്. കൊച്ചിയിലെ ഇന്നത്തെ ഡീസൽ വില 89 രൂപ 74 പൈസയാണ് ഇന്നായിരിക്കുന്നത്. പെട്രോളിനും അത്തരത്തിൽ തന്നെയാണ് വില വർദ്ധിച്ചിരിക്കുന്നത്. പെട്രോളിനും 94 രൂപ 33 പൈസയാണ് ഇന്ന് കൊച്ചിയിലെ പെട്രോൾ വില. ഏറ്റവും അധികം വില വർദ്ധിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് 96 രൂപയോളം പെട്രോളിനും ഡീസലിനും ആയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 16 ദിവസമായി പെട്രോളിനും ഡീസലിനും വില വർദ്ധിക്കുമ്പോൾ അത് സാധാരണക്കാരന് കാര്യമായി തന്നെ ബുദ്ധിമുട്ടിലാക്കുന്നു എന്നുള്ളതാണ്. ചേട്ടാ, ഇന്നും പെട്രോളിനും ഡീസലിനൊക്കെ വില വർദ്ധിച്ചിട്ടുണ്ട്? കൂടിയിട്ടുണ്ട്, ഇന്നും കൂടിയിട്ടുണ്ട്. ഇങ്ങനെ പോയത് എങ്ങനെ ചെയ്യുമോ പറയാനില്ല, എന്ത് പറയാനാണ്. ഒന്നാം തന്നെ കഷ്ടകാലം, അതിനിടയ്ക്ക് ഡീസൽ കൂടി കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ് സാധാരണ ആൾക്കാർ. ഇന്നിപ്പോൾ എത്ര ദിവസമായി, ഇപ്പോൾ 10-20 ദിവസമായിട്ട് ഇപ്പോൾ ഡീസലിന് വില കൂടിക്കൊണ്ടിരിക്കണല്ലേ, കുറയണില്ലല്ലോ. സാധാരണ ആൾക്കാരുടെ ജീവിതമൊന്നും ആർക്കും അറിയണ്ടല്ലോ. ഇങ്ങനെ അങ്ങോട്ട് കൂട്ടുക തന്നെയാണ് സ്കാൻ. സാധാരണക്കാരൻ്റെ ഒരു പ്രതികരണമാണ് കേട്ടത്. ഓരോ ദിവസവും പെട്രോളിനും ഡീസലിനും വില കൂടുന്ന ആ രീതിയിലൊക്കെ കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കാണിക്കുന്നത് സ്പീഡ് പെട്രോളിൻ്റെ വിലയാണ്. അതിന് 98 രൂപയായി. അടുത്ത ദിവസം തന്നെ പ്രീമിയം പെട്രോളിൻ്റെ വില 100 രൂപയിലേക്ക് എത്തുമെന്നുള്ളതാണ്. എന്തായാലും ഇന്ധന വില കാര്യമായി തന്നെ വർദ്ധിച്ചിരിക്കുന്നു. ഇതൊക്കെ സാധാരണക്കാരെ കൊള്ളടിക്കുന്ന പരിപാടിയാണ്. ഇതൊക്കെ പാവപ്പെട്ട ജനങ്ങളെ കൊള്ളടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണിത്. ആപ്പാടെ അന്നുള്ള കൂലിപ്പണി എടുത്തേക്കാൻ കഴിഞ്ഞു പോകണത്. ഇത് പെട്രോൾ 96 രൂപയൊക്കെ എവിടെ ചെന്ന് എത്തും ഇതൊക്കെ. സാധാരണക്കാരനെ കൊള്ളയടിക്കുന്നു എന്നുള്ളതാണ് ജനങ്ങളുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. എന്തായാലും ഇന്നും രാജ്യത്തെ ഇന്ധനവില വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരം. സഹിൻ, നമ്മളൊന്ന് കൊടകര കേസിലേക്ക് പോയാൽ, ആ കുഴൽപ്പണ കേസിൽ നിന്ന് BJPയുടെ ജില്ലാ ഓഫീസ് സെക്രട്ടറി സതീഷിനെ ചോദ്യം ചെയ്യുമെന്ന് പറയും. ധർമ്മരാജനും സംഘത്തിനും ഹോട്ടൽ മുറി എടുത്തു കൊടുത്ത് ഇദ്ദേഹമാണെന്നാണല്ലോ പോലീസിൻ്റെ ഭാഷ്യം. എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് കൊടകര കേസിൽ കിട്ടിയിട്ടുള്ളത്? ഈ ചെറിയൊരു സാങ്കേതിക പ്രശ്നം സഹിന ആൻ്റണിക്ക് വന്നിട്ടുണ്ട്. അതായത് കൊടകര കുഴൽപ്പണ കേസിലാണ് സതീഷിനെ സംസ്ഥാന പോലീസ് ഇന്ന് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. സഹിൻ, കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് ഓഫീസ് സെക്രട്ടറി സതീഷിനെ ചോദ്യം ചെയ്യുന്നു. കൊടകര കുഴൽപ്പണ കേസിൽ മറ്റെന്ത് വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്? കൊടകര കുഴൽപ്പണ കേസിൽ കാര്യമായി തന്നെ BJP നേതാക്കളിലേക്ക് അന്വേഷണം പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഓഫീസ് സെക്രട്ടറി അടക്കമുള്ളവരെ ഇന്ന് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സംഘടനാ സെക്രട്ടറി G ഗണേഷിനെ ചോദ്യം ചെയ്തിരുന്നു. ഓഫീസ് സെക്രട്ടറിയെ മുൻപ് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരുന്നതായിരുന്നു. അന്ന് അദ്ദേഹം ഹാജരായിരുന്നില്ല. മാത്രമല്ല, കൊടകര കുഴൽപ്പണ കേസ് പൂർണ്ണമായും BJP RSS നേതാക്കളെ കേന്ദ്രീകരിച്ച് തന്നെ അന്വേഷണം പോകുന്നു എന്നുള്ളതാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി BJP സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ടെങ്കിലും BJP നേതാക്കളുടെ ഒത്താശയോടുകൂടിയാണ് ഈ കൊടകര കുഴൽപ്പണ കേസ് നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആ കുഴൽപ്പണം കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു കണ്ടെത്തലാണ് അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും കൂടുതൽ BJP നേതാക്കളിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. താങ്ക് യു. സഹിൻ ആൻ്റണിയാണ് കൊച്ചിയിൽ നിന്ന് ചേർന്നത്. ഇനി നമുക്ക് ഒരു ഇടവേള പോകണം. അതിനു മുമ്പ് ഗീതാദേവിയുടെ ഒരു സന്ദേശം. ഗുഡ് മോർണിംഗ് SK. ഗുഡ് മോർണിംഗ് ഗീതാദേവി. SK മുണ്ടും ഷർട്ടും ഇട്ട് രാവിലെ വന്ന് വാർത്ത വായിക്കുന്നതാണ് ഒരു സുഖം എന്നാണ് പറയുന്നത്. ഇടയ്ക്ക് നമ്മൾ മിക്കവാറും എല്ലാ ദിവസവും മുണ്ടിലല്ലേ, ചില ദിവസം പാൻറ്റേ കയറണമെന്ന് തോന്നുമ്പോൾ നമുക്ക് രാവിലെ ഒരു മൂഡ് കിട്ടാൻ വേണ്ടി നമ്മൾ പാൻറ്റേ കയറുന്നതാണ്. എന്നാൽ നമ്മുടെ മുഖ്യധാര എപ്പോഴും മുണ്ടിലായിരിക്കും. ജോസഫ് ജോർജ് കുട്ടനാട്ടിൽ നിന്ന് അയച്ച ഒരു സന്ദേശം ഞാൻ വായിക്കാം. കോവിഡ് വാക്സിൻ മാത്രമല്ല കുട്ടനാട്ടുകാരുടെ പ്രശ്നം, പ്രളയമാണ്. അത് തടയാനുള്ള നടപടികളാണ് വേണ്ടത്. അല്ലെങ്കിൽ ഞങ്ങൾ
എല്ലാ ദിവസവും 365 ദിവസവും വെള്ളത്തിലായി പോകും എന്നാണ് അദ്ദേഹം പറയുന്നത്. സേവ് കുട്ടനാടിൻ്റെ ഭാഗമായി അയച്ച സന്ദേശമാണ് ഇതും. എന്തായാലും കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾ, കുട്ടനാട് പാക്കേജ് എന്ന രീതിയിൽ അറിയപ്പെടാൻ കഴിയുന്ന രീതിയിൽ ഒരു പാക്കേജ് കണ്ടെത്തുകയും അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് ഇനി അടുത്ത പ്രളയം വരുന്നതിന് മുമ്പ് അത് പരിഹരിക്കാനുള്ള തീരുമാനങ്ങളാണ് ഉണ്ടാകേണ്ടത്. മറ്റൊരു വാർത്തയിലേക്ക്. പ്രായമേറുന്നതോടെ ആരോഗ്യക്ഷമത നഷ്ടപ്പെടുന്നുവെന്നത് എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ്. എന്നാൽ 96-ാം വയസ്സിലും പ്രായത്തെ തോൽപ്പിച്ച് മുന്നേറുന്ന ഒരു മുത്തശ്ശിയുണ്ട് കണ്ണൂരിൽ. ചെറുപ്പത്തിലെ അഭ്യസിച്ച കളരിമുറകളുടെ ചുവട് പിടിച്ച് വ്യായാമം ശീലമാക്കിയ നെല്ലിക്ക മാധവി. മാധവിയുടെ വിശേഷങ്ങളിലേക്ക്. കുഞ്ഞുനാളിൽ ആശാന് കീഴിൽ കളരി അഭ്യസിച്ചിട്ടുണ്ട് മുത്തശ്ശി. അന്നു മുതൽ ഇങ്ങോട്ട് നിത്യേന വ്യായാമം ചെയ്യും. പുലർച്ചെ 4-ന് തുടങ്ങുന്ന ദിനചര്യകളിൽ മുടക്കാത്ത ഒന്നാണ് വ്യായാമം. പഴനിക്ക് പഠിപ്പിച്ച പുരലും കൂട്ടിക്കൊണ്ടുപോകും. അച്ഛനൊരു പിന്നെ നമ്പ്യാറെ കാര്യസ്ഥനേനു. അതുകൊണ്ട് എനിക്ക് രക്ഷ കിട്ടി. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി പഴമയും ബാള് കൊണ്ടെല്ലാം പയറ്റുണ്ടേനു. അസുഖങ്ങളെ അകറ്റാൻ ഇതിൽ പരം നല്ല മരുന്നില്ലെന്ന് മുത്തശ്ശി പറയും. 11 കുട്ടികൾക്ക് ജന്മം നൽകിയ മുത്തശ്ശി ശാരീരിക ക്ഷമത കൈവിടാതെ കരുതുകയാണ്. മക്കളിൽ ചിലർ മാത്രമാണ് കളരി അഭ്യസിച്ചത്. ചെറുമക്കളെല്ലാം കരാട്ടയോട് കമ്പം കാണിച്ചു. മുത്തശ്ശിക്ക് പക്ഷേ പരാതിയില്ല, മറിച്ച് ഒരു ഉപദേശമുണ്ട്. എല്ലാവർക്കും ചെയ്യാം, കുഞ്ഞു കുട്ടികൾക്ക് വരെ ചെയ്യാം. എല്ലാവർക്കും ചെയ്താൽ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവും, ഒരു സൂക്കേടും ഉണ്ടാവില്ല, ജലദോഷം വരെ ഉണ്ടാവില്ല. ഈ പ്രായത്തിലും കണ്ണട പോലും വെക്കാതെ പത്രം വായിച്ചും ഓടിയും ചാടിയുമെല്ലാം തില്ലങ്കേരി അരീച്ചാലിലെ പഴയ തറവാട്ടു വീട്ടിൽ നെല്ലിക്കമാത ഹാപ്പിയാണ്. വിജിത്തൂർക്കടവിനൊപ്പം ദീപക് മലയമ്മ, 24 കണ്ണൂർ. അമ്മച്ചി നമിച്ചിരിക്കുന്നു. നെല്ലിക്ക മാധവി അമ്മച്ചിയുടെ കളരി കണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ച്. ഇതാണ് കാലമെങ്കിൽ കാര്യങ്ങളുടെ പോക്ക്. എന്തായാലും അമ്മച്ചി പറഞ്ഞൊരു കാര്യം എല്ലാവർക്കും ശീലിക്കാവുന്ന കാര്യമാണ്. ജലദോഷം പോലും വരുന്നില്ല എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായും നമ്മൾ വിശ്വസിക്കണം. പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് നമ്മൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുകയല്ലേ. ഇത്തരം വ്യായാമ മുറകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇനി നമ്മൾ കോഴിക്കോടേക്കാണ്. കോഴിക്കോട് നിന്ന് VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും നിന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് വന്നു. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പുകളുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. എന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്ത് പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നാളെയാണ് മൺസൂൺ കാലവർഷം കേരളത്തിലെത്തുന്നത്. ആ കാലവർഷം എത്തുന്നതിന് ഒരു ദിവസം മുൻപ് വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇന്ന് ശക്തമായ മഴയുണ്ടാകും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പ്. പക്ഷേ ഞാനിപ്പോൾ കോഴിക്കോട് ബീച്ചിലാണ്. കടൽ പോലും ശാന്തമാണ്, ആകാശവും വളരെ തെളിഞ്ഞു നിൽക്കുന്നു. പക്ഷേ ഇനിയുള്ള മണിക്കൂറുകളിൽ മഴയുണ്ടാകാം എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അതുതന്നെ മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗത്തിലുള്ള കാറ്റോട് കൂടിയ ഒരു മഴയ്ക്ക് സാധ്യത എന്ന് പറയുന്നു. പ്രത്യേകിച്ച് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ, അതുപോലെ മധ്യ കേരളത്തിലെ തൃശ്ശൂർ പോലുള്ള ജില്ലകളിലെല്ലാം ഇത്തരത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും ഒരു മുൻകരുതൽ നടപടികൾ വേണം എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. ഈ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുപോലെ തെക്കൻ കേരളത്തിലും ചില ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. നാളെയാണ് കാലവർഷം മൺസൂൺ, അതായത് കേരളത്തിൻ്റെ ഒഫീഷ്യലായ മഴ നാളെ എത്തുന്നു എന്നാണ് അറിയുന്നത്. അതിന് മുൻപ് തന്നെ വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയുണ്ടാകും. ഏതായാലും ഈ തീരദേശത്തും മലയോരത്തുമെല്ലാം അതിന് അനുസൃതമായ മുന്നൊരുക്കങ്ങൾ ജില്ലാ ഭരണകൂടം എടുത്തിട്ടുണ്ട്. കാരണം കടലോര മേഖലയിൽ നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ ദിവസം ടൗട്ടെ ചുഴലിക്കാറ്റ് ഉൾപ്പെടെ ഉണ്ടായപ്പോൾ കടലോര മേഖലയിൽ വലിയ തോതിൽ കടലെടുക്കുകയും അവിടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തതാണ്. അപ്പോൾ കാലവർഷത്തിന് മുന്നോടിയായിട്ട് എടുക്കേണ്ട മുന്നൊരുക്കങ്ങൾ ജില്ലാ ഭരണകൂടം എടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. അതുപോലെ മലയോര മേഖലയിൽ ഈ പറയുന്ന രീതിയിലുള്ള
ഈ വെള്ളപ്പൊക്കത്തിനുമൊക്കെ സാധ്യതയുണ്ട്. അതിനുള്ള മുന്നൊരുക്കങ്ങളും അവിടെ എടുത്തിട്ടുണ്ട്. മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. അതിനുള്ള മുന്നൊരുക്കങ്ങളും എടുത്തിട്ടുണ്ട് എന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നു. ഏതായാലും നാളെ മൺസൂൺ കേരളത്തിലെത്തും. ഇന്ന് വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയുണ്ടാകും എന്നൊരു മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. SKN. താങ്ക് യു VS രഞ്ജിത്ത്. ആനന്ദ് എസിൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം. അദ്ദേഹം പറയുന്നത് കള്ളിഷാപ്പ് തുറക്കാൻ അനുമതി കൊടുത്തു, പക്ഷേ ഓട്ടോറിക്ഷ ഓടാൻ അനുമതി കൊടുത്തില്ല. കള്ളിഷാപ്പ് തുറക്കുന്നതും ഓട്ടോറിക്ഷ ഓടുന്നതും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് എനിക്ക് മനസ്സിലായില്ല. കള്ളിഷാപ്പിൽ കയറി പൂസായി കഴിഞ്ഞാൽ ഓട്ടോയിൽ വീട്ടിലെത്തിക്കാനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മാധ്യമങ്ങൾ ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഓട്ടോറിക്ഷകൾ ഓടിത്തുടങ്ങാൻ സമയമാകുന്നതേ ഉള്ളൂ. ആനന്ദ് കാത്തിരിക്കുക, അല്പം കൂടി കാത്തിരിക്കുക. കാരണം ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ 50% ആളുകളുമായിട്ട് സെക്രട്ടേറിയറ്റൊക്കെ പ്രവർത്തിച്ചു തുടങ്ങി. പതുക്കെ കുറേശ്ശെയായി സാധാരണ ജീവിതത്തിലേക്ക് വരികയാണ്. ഇളവുകൾ നല്ലതുപോലെ ഉണ്ട്. കടകളൊക്കെ കുറേശ്ശെ തുറക്കാൻ തുടങ്ങുന്നു. അപ്പോൾ കാത്തിരിക്കുക. എന്തായാലും നമ്മൾ ഇത്രയും ക്ഷമിച്ചില്ലേ. ഇനി നിങ്ങൾക്ക് മറ്റൊരു വാർത്തയിലേക്ക്. ഇന്ദ്രജാലത്തെ ജനകീയമാക്കിയ ഗോപിനാഥ് മുതുകാടിൻ്റെ മാജിക് അക്കാദമി രജത ജൂബിലി ആഘോഷ നിറവിലാണിപ്പോൾ. 4 നൂറ്റാണ്ടിനിടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് അക്കാദമിയിൽ നിന്നും മാജിക് പഠിച്ച് പുറത്തിറങ്ങിയത്. അസംഘടിതരായ ജാലവിദ്യക്കാരുടെ ക്ഷേമം കൂടി ലക്ഷ്യമിട്ടാണ് മാജിക് അക്കാദമി പ്രവർത്തനം ആരംഭിച്ചത്. 1966 മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്റെ നേതൃത്വത്തിൽ ഏഷ്യയിലെ തന്നെ ആദ്യ മാജിക് പഠന കേന്ദ്രം തിരുവനന്തപുരത്ത് ആരംഭിച്ചത്. തിക്കൃഷി സുകുമാരൻ നായർ, ചെമ്മനം ചാക്കോ, മലയാറ്റൂർ രാമകൃഷ്ണൻ, സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന PK രാമകൃഷ്ണൻ എന്നിവർ അന്ന് അക്കാദമിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഇന്ദ്രജാലം സംബന്ധിച്ച അന്ധവിശ്വാസങ്ങൾ മാറ്റി മാജിക്കിനെ ഒരു കലാരൂപമായി അഭ്യസിക്കാൻ അക്കാദമി അവസരമൊരുക്കി. മാജിക് പഠിപ്പിക്കാനൊരു കേന്ദ്രം ഏഷ്യയിൽ ഇങ്ങനെ ഒരു സംഭവമില്ല. അപ്പം അങ്ങനെ തുടങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. പിന്നെ മാജിക് പ്ലാനറ്റ് വന്നു. ഒരുപാട് തെരുവ് ജാലവിദ്യക്കാരുടെ പുനരധിവാസം വന്നു. അവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന ആർട്ടിസ്റ്റ് വില്ലേജ് വന്നു. ഇപ്പോൾ ഭിന്നശേഷി കുട്ടികളിലേക്ക് കേന്ദ്രീകരിച്ചു. ഇനിയിപ്പോൾ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ മാജിക് സെൻറ്റർ എന്ന് പറഞ്ഞാൽ അവർക്ക് തൊഴിൽ നൽകാനുള്ളൊരു സംരംഭമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആയിക്കഴിഞ്ഞാൽ അവർക്കൊരു ആശ്രയ കേന്ദ്രം, വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു ഡിഫറൻറ്റ് വില്ലേജ്. വീടില്ലാത്ത ഭിന്നശേഷി കുട്ടികൾക്ക് വീട് നൽകുന്ന ഡിഫറൻറ്റ് വില്ലേജ് പദ്ധതി, കുട്ടികളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക ലക്ഷ്യമിട്ടുകൊണ്ടുള്ള എംപവർ ഡിഫറൻറ്റ് സെന്റർ തുടങ്ങി നിരവധി പദ്ധതികൾ അക്കാദമിയുടെ ഭാഗമായി നടപ്പിലാക്കുന്നുണ്ട്. നിലവിൽ 30ഓളം വിദ്യാർത്ഥികൾ അക്കാദമിയിൽ നിന്ന് മാജിക് പരിശീലിക്കുന്നു. മാജിക്കിൻ്റെ അന്ന് ഇത് അക്കാഡമി തുടങ്ങുന്ന സമയത്ത് മാജിക്കിൻ്റെ ഒരു തലം വേറെയായിരുന്നു. അതായത് വെറും തെരുവിലായിരുന്നു മാജിക് ഉണ്ടായിരുന്നത്. വളരെ കുറച്ച് മജീഷ്യൻസ് മാത്രമേ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ അത് മാറി. ഇപ്പോൾ ഒരുപാട് ആളുകൾ മാജിക്കിൻ്റെ മത്സരങ്ങൾ വരുന്നുണ്ട്, മാജിക്കിൻ്റെ കൺവെൻഷൻസ് വരുന്നുണ്ട്. നമ്മൾ തന്നെ ഒരു ഇൻ്റർനാഷണൽ കൺവെൻഷൻ ഒരുപാട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് മാജിക്കിൻ്റെ ഒരു ടോൺ മാറി. അതുമാത്രമല്ല, ഇന്നിപ്പോൾ ഇവിടെ നടത്തുന്ന കോഴ്സുകൾ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിട്ടുണ്ട്. ഡിപ്ലോമ കോഴ്സും സർട്ടിഫിക്കറ്റ് കോഴ്സും. ലോകത്തിൽ തന്നെ ആദ്യമായി മാജിക്കിന് യൂണിവേഴ്സിറ്റി അംഗീകാരം ലഭിക്കുന്നത് മാജിക് അക്കാദമി കോഴ്സുകൾക്കാണ്. 24 തിരുവനന്തപുരം. എന്തായാലും ഒരു വലിയ പരീക്ഷണമായിരുന്നു മാജിക് അക്കാദമിയുടെ ഉദ്ഘാടനം. മാജിക് അക്കാദമി ഇത്രകാലവും നന്നായി പ്രവർത്തിച്ചു. ഗോപിനാഥ് മുതുകാടിനും അക്കാദമിക്കും എല്ലാവിധമായ 24 ആശംസകളും. ശ്രീജിത്ത് കണ്ടങ്കാരി പറയുന്നു, വാർദ്ധക്യമായവരുടെ വീട്ടിൽ പോയി വോട്ട് രേഖപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ ഇനി വാർദ്ധക്യമായവരുടെ വീട്ടിൽ പോയി വാക്സിനേഷനും കൊടുക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ശ്രീജിത്ത്, ഇതൊക്കെ പ്രായോഗികമാണോ എന്നറിയില്ല. കുറച്ച് വോട്ടുകൾ രേഖപ്പെടുത്തുന്ന പോലെയാണോ എല്ലാ വീട്ടിലും പ്രായമായവരുടെ വീടുകളിൽ പോയി വാക്സിനേഷൻ കൊടുക്കുക എന്നത് എനിക്കറിയില്ല. എന്തായാലും ആരോഗ്യവകുപ്പാണ് ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കേണ്ടത്. കുറേ കാലം മുമ്പാണ് ഒരു തിയേറ്ററിൽ ഒരു സിനിമ കളിക്കുന്ന സമയത്ത് ഇടയ്ക്ക് സിനിമ പോകുന്നതിനുള്ള ഏറ്റവും ബാക്കിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, ആരാടാ ഈ സിനിമയുടെ സംവിധായകൻ? അത് വേറെ ആരും ആയിരുന്നില്ല, ജോൺ അബ്രഹാം ആയിരുന്നു. അത് കളിച്ചുകൊണ്ടിരുന്ന സിനിമ അദ്ദേഹം തന്നെ ചെയ്തൊരു സിനിമയായിരുന്നു. സ്വന്തം സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ അത് സ്ക്രീനിൽ നോക്കി വിളിച്ചു പറഞ്ഞ ആളാണ് ജോൺ അബ്രഹാം. അങ്ങനെ അസാധാരണമായിരുന്നു അദ്ദേഹം. അഗ്രകാലത്തിൽ കഴുതയിൽ അദ്ദേഹം ചിന്തിച്ചതുപോലെ പലപ്പോഴും വേറിട്ട ഒരു മനസ്സായിരുന്നു ജോൺ അബ്രഹാമിൻ്റെ. ഞാൻ പറഞ്ഞു വരുന്നത്, മലയാള സിനിമയിലെ ഒറ്റയാനായിരുന്നു എന്നും ജോൺ അബ്രഹാമും. അദ്ദേഹം ഓർമ്മയായിട്ട് 34 കൊല്ലമായി ഇന്ന്. ഒന്നിനെയും കൂസാതെ തൻ്റേതായ വഴിയിൽ മാത്രം അദ്ദേഹം സഞ്ചരിച്ചു. അസാമാന്യ പ്രതിഭയായിരുന്നു ജോൺ അബ്രഹാം. മലയാള സിനിമയ്ക്ക് അന്ന് വരെ കണ്ട് പരിചയമില്ലാത്ത ഒരു ബൗദ്ധിക തലത്തിലേക്ക് സിനിമയെ കൊണ്ടെത്തിക്കാൻ ജോൺ അബ്രഹാം ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹം ചെയ്ത സിനിമകളും ജോൺ അബ്രഹാമിനെ വ്യതിരക്തനാക്കുന്നു. മലയാള സിനിമയിലെ കലാപകാരി, തന്നിഷ്ടത്തിന് നടന്ന നിഷേധി, ഇങ്ങനെ പല വിശേഷണങ്ങളുണ്ട് ജോൺ അബ്രഹാമിന്. സിനിമ ജനകീയമാകണമെന്നും അടിമുടി രാഷ്ട്രീയമാകണമെന്നും വിശ്വസിച്ച ചലച്ചിത്രകാരനാണ് ജോൺ.
1972 മധു, ജയഭാരതി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തിയ വിദ്യാർത്ഥികളെ ഇതിലെ മുതൽ 1986 പുറത്തിറങ്ങിയ അവസാന ചിത്രമായ അമ്മ അറിയാൻ വരെ ജോണിന്റെ സിനിമകളെല്ലാം ചർച്ച ചെയ്തത് ശക്തമായ രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളായിരുന്നു. 1977 ഇറങ്ങിയ ജോണിന്റെ അഗ്രഹാരത്തിൽ കഴുതൈ എന്ന തമിഴ് ചിത്രം നവസിനിമയിലെ വിപ്ലവമായിരുന്നു. இதென்ன சாமி கைதியா? பிணையில் போட்டு கொஞ்சம் கைவிடுமா. அதெல்லாம் முடியாது சாமி. இந்த மாசத்துல இருந்து 5 രൂപ அதிகமா போட்டு தரணும். 10 രൂപ കൊടുത്താ கூட முடியாது சாமி. സാമൂഹിക സാഹചര്യങ്ങളെ കറുത്ത ഹാസ്യത്തിൽ പൊതിഞ്ഞവതരിപ്പിച്ച ചെറിയാച്ചന്റെ ക്രൂരകൃത്യങ്ങൾ മറ്റൊരു വേറിട്ട അനുഭവമായിരുന്നു. കുറച്ച് പരിഭ്രമം ബാധിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഏതായാലും പൂർണ്ണ വിശ്രമമാണ് ആവശ്യം. ഡോക്ടറെ കാണുന്നതാണ് നല്ലത്. അതിനു മുമ്പ് നമുക്കൊരു പ്രാർത്ഥന നടത്താം. ഒട്ടേറെ പേർ ജോണിന്റെ ഏറ്റവും മികച്ച സൃഷ്ടിയായി കണക്കാക്കുന്ന അമ്മ അറിയാൻ 70കളിലെ കേരള രാഷ്ട്രീയമാണ് ചർച്ച ചെയ്തത്. അയാൾ എങ്ങനെയാ മരിച്ചത്? തൂങ്ങിച്ചത്തതാ. എവിടെ വെച്ചാ? കാണുന്ന മലയില്. ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് സിനിമ നിർമ്മിക്കുകയും ആ സിനിമകൾ ജനങ്ങളിലേക്ക് സൗജന്യമായി എത്തിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ജോൺ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം സിനിമാ പ്രേമികൾ രൂപം നൽകിയ ഒഡേസ കളക്ടീവ് വിപ്ലവകരമായ ആശയമായിരുന്നു. കോട്ടയത്ത് എത്ര മത്തായിമാരുണ്ട് പോലുള്ള നല്ല ഒരുപിടി കഥകൾ എഴുതിയിട്ടുള്ള ജോൺ സിനിമയ്ക്ക് പുറമെ ശ്രദ്ധേയമായ ഡോക്യുമെന്ററികളും സംവിധാനം ചെയ്തു. 1987 മെയ് 31 49ാമത്തെ വയസ്സിൽ പൂർത്തിയാകാത്ത സിനിമകളും ഡോക്യുമെന്ററികളും അവശേഷിപ്പിച്ച് ജോൺ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ സിനിമയ്ക്ക് നഷ്ടമായത് നൂറ്റാണ്ടിലൊരിക്കൽ മാത്രമുണ്ടാകുന്ന ഒരു പ്രതിഭയെയാണ്. റിസർച്ച് ഡെസ്ക് 24. ജോൺ എബ്രഹാമിനെ നമ്മൾ ഓർക്കുന്നു, അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഓർക്കുന്നു. അഗ്രഹാരത്തിലെ കഴുതിയൊക്കെ കണ്ട ഓർമ്മകൾ ഇപ്പോഴും ഉണ്ട്. ഒരുപക്ഷെ ഞാൻ കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴൊക്കെ വഴിതെറ്റി ജോൺ എബ്രഹാം ക്യാമ്പസിലേക്ക് വരുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ അദ്ദേഹം നന്നായി മദ്യപിച്ചിട്ടൊക്കെ ആയിരിക്കും വരിക, പക്ഷേ അന്ന് അദ്ദേഹം വരുമ്പോൾ അതവിടെ ക്യാമ്പസിലൊരു ആഘോഷമായിരുന്നു. അതൊക്കെ നല്ല ഓർമ്മകളുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമകൾ എപ്പോഴും നമുക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാലത്തിന് മുമ്പേ നടക്കുന്നു എന്ന് തോന്നലുളവാക്കുന്നതാണ്. അതുതന്നെയാണ് ആ സിനിമയുടെ മാറ്റവും. നമുക്ക് ഈ കോവിഡ് കാലത്ത് ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് SMS വരാറില്ലേ? യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ഉടനെ 5 ലക്ഷം രൂപ നിക്ഷേപിക്കുന്നുണ്ട്, അത് കൊണ്ട് ബാങ്കിലിടാനായിട്ട് ഓട്ടോ കൂലിയായിട്ട് 5 ലക്ഷം രൂപ അയച്ചു തരണം, 5000 രൂപ അയച്ചു തരണം. 5000 രൂപ അയച്ചു തന്നാൽ ഉടൻ പിന്നെ അക്കൗണ്ടിൽ നോക്കിക്കൊണ്ടാൽ മതി, 5 ലക്ഷം രൂപ കിട്ടി, സായുജ്യമടയാം. ഇങ്ങനെ ഒരുപാട് സന്ദേശങ്ങൾ വരുന്നു. ഈ സന്ദേശങ്ങളൊക്കെ സത്യമാണോ എന്ന് പലരും ഫോൺ വിളിച്ച് ചോദിക്കുന്ന ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, നമ്മൾ ജോലി തുടരുന്ന കാര്യമൊക്കെ തന്നെ നമ്മളെ പറ്റിക്കാൻ ആൾക്കാർ വരുന്നൊക്കെ. അപ്പോൾ ഈ കോവിഡ് കാലത്തൊരു ജോലിയിൽ തുടരുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഈ സമയത്ത് ഒരുപാട് ചൂഷണത്തിൻ്റെ വഴികളുമായിട്ട് ആൾക്കാർ നമ്മളെ ബന്ധപ്പെടാനും സാധ്യതയുണ്ട്. ആൾക്കാർക്ക് ചൂഷണം ചെയ്യണമെന്ന് തോന്നിയാൽ അവർ ബുദ്ധിപൂർവ്വം വഴികൾ കണ്ടുപിടിക്കും. അപ്പോൾ ഇതൊക്കെ ആരോടും മുഷിയാതെ ഇതൊക്കെ ഒഴിവാക്കാനുള്ള ഒരു ബുദ്ധിവൈഭവം നമ്മൾ നേടണമെന്നാണ് ഡോക്ടർ എൽസി ഉമ്മൻ ഇന്ന് നമ്മോട് പറയുന്നത്. കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റായ ഡോക്ടർ എൽസി ഉമ്മൻ സംസാരിക്കുന്നു. റിലാക്സ് പ്ലീസ്. നൈസായി ഒഴിവാക്കാം. ഇന്നത്തെ ഈ ലോകത്ത്, പ്രത്യേകിച്ചും അനിശ്ചിതത്വം നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഒരു ജോലിയിൽ തുടർന്ന് പോകുക എന്നുള്ളത് ആവശ്യമാണ്. ഈ സമയങ്ങളിലൊക്കെയും നാം മറ്റുള്ളവരാൽ ചൂഷണം ചെയ്യപ്പെടാനും മുതലാക്കപ്പെടാനുമൊക്കെയും സാധ്യതയുണ്ട്. ഈ ഒഴിവ് കാലത്ത് മുഷിവുണ്ടാക്കാതെ തന്മയത്വത്തോടെ നമ്മുടെ നയം വ്യക്തമാക്കി ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കി വിടാൻ നാം പഠിച്ചെടുക്കാം. ഇത് പഠിക്കുന്നത് നമ്മുടെ മനസ്സംഘർഷത്തെ കുറയ്ക്കുന്നതിനും ആരോഗ്യപരമായി ആശയവിനിമയം നടത്തുന്നതിനും നമ്മെ സഹായിക്കും. അവധാനതയോടെ പെരുമാറുക എന്നും ഇതിനെക്കുറിച്ച് പറയാം. ഇത് സ്വതസിദ്ധമായി ലഭിക്കുന്ന ഒരു കഴിവാണ്. ഇങ്ങനെയുള്ളവരുടെ വാക്ചാതുര്യം കൊണ്ട് അവർ പലപ്പോഴും ഉന്നതങ്ങളിൽ എത്തിച്ചേരാറുമുണ്ട്. കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞാൽ അവധാനത എന്നാൽ മറ്റുള്ളവരുടെ അവകാശത്തെയും മാന്യതയും ഹനിക്കാതെ നമ്മുടെ അവകാശത്തെയും മാന്യതയും സംരക്ഷിച്ചുകൊണ്ട് പറ്റില്ല എന്ന് പറയേണ്ടടുത്ത് മുഷിവുണ്ടാക്കാതെ പറ്റില്ല എന്ന് തന്നെ പറയുകയാണ്. പലപ്പോഴും വേണ്ട എന്ന് പറയാൻ നമുക്കാവാത്തതുകൊണ്ട് മനസ്സംഘർഷം വർദ്ധിക്കുന്നതിനും നമ്മുടെ വ്യക്തിബന്ധങ്ങളെ പോലും ഉലച്ചു കളയുന്നതിനും ഇതിടയാക്കും. ഇത് നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും പഠിച്ചെടുക്കേണ്ട ഒരു സ്കിൽ തന്നെയാണ്. ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ ഞാൻ സ്വാർത്ഥമതിയാവില്ലേ? മനസ്സംഘർഷത്തെ കുറച്ചുകൂടെ ഇത്തരം ചിന്തകളാണ് പലപ്പോഴും ഒരു മനുഷ്യനെ ഇതിൽ നിന്നും പുറകോട്ടടിക്കുന്നത്. നിങ്ങളുടെ നിസ്വാർത്ഥപരമായ പെരുമാറ്റം ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ചൂഷണം ചെയ്യാൻ ഒരു പ്രചോദനമാകും. അതുകൊണ്ട് വഴിയിൽ പോകുന്ന വയ്യാവേലിയെല്ലാം തലയിലെടുത്ത് വെച്ച് ജീവിതം ദുസ്സഹമാക്കിക്കൂടാ. കാരണം നിസ്വാർത്ഥമായ പെരുമാറ്റം കാരണം ചിലപ്പോൾ തകരുന്നത് നിങ്ങളുടെ മനസമാധാനവും വ്യക്തിബന്ധങ്ങളുമാണ്.
നിങ്ങൾ പറ്റില്ല എന്ന് അല്ലെങ്കിൽ വേണ്ട എന്ന് പറയുന്നത് അതിൻ്റെ വിഷയത്തിൻ്റെ ഗൗരവത്തെയും കിട്ടുന്ന സാഹചര്യത്തെയും ആശ്രയിച്ചായിരിക്കണം. അല്ലാതെ കാണുന്നതിനെല്ലാം കയറി മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്നത് പോലെ ആവരുത്. അവധാനത വളർത്തിയെടുക്കേണ്ടത് ഒന്നാണ്. ഇത് സമയമെടുക്കും, മെനക്കെട്ട കാര്യവുമാണ്. പക്ഷേ പ്രയോജനമുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും പഠിച്ചെടുക്കണം. അതിനാദ്യം വേണ്ടത് സ്വയമായിട്ടുള്ളൊരു വിശകലനമാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ വിശകലനം ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. നിങ്ങൾ ഏത് തരം വ്യക്തിയാണ്, മറ്റുള്ളവരോട് പെരുമാറുന്നത് ഏത് രീതിയിലാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കാത്ത കാര്യം മറ്റുള്ളവർ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് സ്വയം ഒന്ന് ശോധന ചെയ്യുക. പറ്റില്ല എന്ന അർത്ഥമുറിച്ച് ദേഷ്യത്തോടെ പറയുകയാണോ ചെയ്യുന്നത്, അതോ അവധാനതയോടെ പറയുകയാണോ ചെയ്യുന്നത്, അതോ ഈ രണ്ട് റെസ്പോൺസും സാധിക്കാതെ അവർ പറയുന്നത് അതേപടി നോ എന്ന് പറയാൻ ശേഷിയില്ലാത്തതുകൊണ്ട് ഉള്ള വയ്യാവേലി എല്ലാം എടുത്ത് തലയിൽ വെച്ച് അവസാനം ശ്വാസം മുട്ടുകയാണോ നിങ്ങൾ ചെയ്യാറ്? പറ്റില്ല, വേണ്ട എന്ന് പറഞ്ഞ് പഠിക്കുക തന്നെ വേണം. അത് കൂടുതൽ ഡെക്കറേഷനൊന്നും കൂടാതെ പറയുന്നത് തന്നെയാണ് ഉചിതം. കാരണം കൂടുതൽ മുടന്തൻ ന്യായങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അത് വെച്ച് നിങ്ങൾ പിടിക്കപ്പെടാൻ ഇടയാകും. എന്നാൽ അത്യാവശ്യം ഡെക്കറേഷൻ വേണം താനും. ഉദാഹരണത്തിന്, എനിക്കിത് ചെയ്തു തരാൻ പറ്റില്ല എന്ന് മുഖത്തടിച്ച് പറയുന്നതിന് പകരം ക്ഷമിക്കണം, ഈ ഒരു സാഹചര്യത്തിൽ എനിക്കിത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നതല്ലേ നല്ലത്. ഇങ്ങനെ പറഞ്ഞാൽ മറ്റൊരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ അവർക്ക് തീർച്ചയായിട്ടും അത് ചെയ്തു കൊടുക്കും എന്നാണ് പറയാതെ പറയുന്നത്. ഈ ഒരു ശൈലിയാകുമ്പോൾ അവർക്ക് നീരസം തോന്നുകയുമില്ല. അടുത്തത്, വികാരമല്ല വിവേകമാണ് നിങ്ങളെ നയിക്കേണ്ടത്. നിങ്ങൾ വികാരപരമായി പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേൽ വികാരപ്രകടനം നടത്താനുള്ള പഴുത് നിങ്ങളായിട്ട് തുറന്നു കൊടുക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ മിത സംസാരവും ആത്മവിശ്വാസവും നിറഞ്ഞ ബോഡി ലാംഗ്വേജ് ആയിരിക്കണം. കണ്ണിൽ നോക്കിയും സംസാരിക്കണം. പരിശീലിക്കുന്നത് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. നിങ്ങളുടെ സുഹൃത്തുക്കളോടും പ്രിയപ്പെട്ടവരോടും ചെറിയ കാര്യങ്ങൾക്ക് നോ പറഞ്ഞ് പരിശീലിച്ച് തുടങ്ങാം. ഇത് വലിയൊരു പരിശീലനത്തെ നിങ്ങൾക്ക് നൽകും. വിഷയങ്ങളെ നല്ലപോലെ അവതരിപ്പിക്കാനുള്ള പ്രാവീണ്യവും നിങ്ങൾ നേടിയെടുക്കും. അങ്ങനെ ഈ കോവിഡ് കാലത്ത് പുതിയൊരായുധം കൂടെ നിങ്ങളുടെ പെരുമാറ്റ ശീലത്തിൽ സംഭരിച്ച് മുതൽ കൂട്ടാം. നന്ദി, നമസ്കാരം. എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഫുട്ബോളേഴ്സിൽ ഒരാളാണ് സി വി പാപ്പച്ചൻ, മറ്റൊരാൾ IM വിജയനാണ്. കുറച്ചുകൂടി എനിക്ക് കൂടുതൽ പരിചയം തീർച്ചയായിട്ടും IM വിജയനോടാണ്. എന്നാൽ ഞാൻ എൻ്റെ തൃശ്ശൂർ ജീവിതകാലത്തൊക്കെ തന്നെ ഒരുപാട് സമയത്ത് സി വി പാപ്പച്ചനെ കണ്ടിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുള്ള പല പ്രോഗ്രാമിലും പാപ്പച്ചൻ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് സി വി പാപ്പച്ചനെ കുറിച്ച് ഓർക്കാൻ ഒരു കാര്യമുണ്ട്. കാര്യം സി വി പാപ്പച്ചൻ ഇന്ന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിട പറയുകയാണ്. ഫുട്ബോൾ ലോകത്തിന് കേരള പോലീസ് സമ്മാനിച്ച ഇതിഹാസ താരമാണ് സി വി പാപ്പച്ചൻ. തൃശ്ശൂർ രാമവർമ്മപുരത്തെ പോലീസ് അക്കാദമിയിൽ കമാൻഡൻ്റായി ജോലി ചെയ്ത് വരികയായിരുന്നു. 36 കൊല്ലത്തെ സേവനത്തിന് ശേഷമാണ് പാപ്പച്ചൻ പടിയിറങ്ങുന്നത്. ഒരുപക്ഷെ കാൽപന്ത് കളിയിൽ പാപ്പച്ചൻ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഇതിഹാസം തന്നെയാണ്. ഔദ്യോഗിക ജീവിതത്തിലും അതേപോലെ ഒന്നിച്ച് കളിക്കളത്തിലുമൊക്കെ ഉണ്ടായിരുന്ന തൃശ്ശൂരിലെ തന്നെ മറ്റൊരു ഫുട്ബോൾ ഇതിഹാസം IM വിജയൻ പാപ്പച്ചനുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ പടി ഇറങ്ങുമ്പോൾ ഈ ഫുട്ബോളറുടെ മനസ്സിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമസ്കാരം. ഈ മാസം 31-ാം തീയതി കേരള പോലീസിൽ നിന്ന് വിരമിക്കുന്ന പാപ്പ സാറിന് കുറേ വിശേഷങ്ങളുണ്ട്. അത് നമുക്കൊന്ന് എല്ലാവർക്കും, നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടി അതൊന്ന് ഷെയർ ചെയ്യാം. 24 എന്നാണ്. എനിക്ക് വലിയൊരു അനുഭവമാണ്. കാരണം സാറിന് ഈ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനിൽ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ ഒരു അവസരം 24 തന്നു. അപ്പോൾ സാറിൻ്റെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് സാർ ഭാവി പരിപാടികളൊക്കെ എങ്ങനെയാണ് സാർ? ഞാനത് കുറച്ച് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു. കാരണം എനിക്കറിയാം റിട്ടയർ ചെയ്ത ശേഷം ആലോചിക്കുമ്പോൾ നമുക്ക് സമയം കുറേ പോകും. അപ്പോൾ ഒരു ചെറിയൊരു അക്കാഡമി, ഒരു ഗോൾ കീപ്പർമാർക്കുള്ള ഒരു അക്കാഡമി, പിന്നെ കുറച്ച് മ്യൂസിക്കിൽ താല്പര്യം എനിക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. കാര്യം കഴിഞ്ഞിട്ടല്ല, അപ്പോൾ അതിന് മുമ്പ് തന്നെ സാക്സ്ഫോണും അതുപോലെ അങ്ങനെയുള്ള കുറച്ച് ഇൻസ്ട്രുമെൻറ്റ് ചെണ്ട പഠിക്കലും മുമ്പ് പഠിച്ചിട്ടുണ്ടെങ്കിലും, അപ്പോൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ വീണ്ടും ഈ റിട്ടയർ ചെയ്ത പോലെ ഫീൽ ചെയ്യാത്ത രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് തോന്നുമ്പോൾ ഒരു മാസമൊക്കെ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ആകെ, കാരണം വൈഫ് ടീച്ചറാണ്, അവൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കായി പോകും. മോൾ ഇവിടെ ഇല്ല, അമേരിക്കയിലാണ്. അപ്പോൾ ഓൾറെഡി അങ്ങനെ ചെറിയ മനസ്സിൽ പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സാക്സ്ഫോൺ ഒരു 3 മാസം മുമ്പ് തുടങ്ങി. ചെണ്ട ഞാൻ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടി പുതിയൊരു വെർഷനാണ് തായ്മക, അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഡ്രംസും പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് സാർ. സാറിൻ്റെ അക്കാഡമിയിൽ നിന്ന്, ഗോൾ കീപ്പർ അക്കാഡമിയിൽ നിന്ന് ഇന്ത്യയുടെയും അതേപോലെ തന്നെ ഒരു ഇന്ത്യൻ ടീമിൽ, നാഷണൽ ടീമിൽ 1-2 കുട്ടികളെ സാറിൻ്റെ അക്കാഡമിയിൽ നിന്ന് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വരും, എന്തായാലും വരും. സാറിൻ്റെ അക്കാഡമി എന്ന് പറഞ്ഞപ്പോൾ ഒരു ഇന്ത്യൻ പ്ലെയർ അക്കാഡമി എന്നൊക്കെ പറയുമ്പോൾ, പ്രത്യേകിച്ച് പാപ്പ സാറിൻ്റെ അക്കാഡമി എന്നൊക്കെ പറയുമ്പോൾ ഇഷ്ടംമാതിരി കുട്ടികൾ വരും. സാറായാലൊരു
സജഷൻ വെച്ചിട്ടുണ്ട് ഒരു 50 പേര്. അത് നല്ലൊരു ഇതാണ്, കാരണം അത്രയധികം കുട്ടികളുടെ 50 പേരെ വെച്ചിട്ടില്ല. ഞാനിപ്പോൾ ആദ്യത്തേതിൽ നമ്മളൊരു 10 പേരെയാണ് ആദ്യം. അതിൽ നമ്മളത് സക്സസ് ആയതിനു ശേഷം നമ്മൾ എലാബറേറ്റ് ചെയ്യുള്ളൂ. കാരണം നമ്മൾ ഉദ്ദേശപരി നമ്മുടെ മനസ്സിലാഗ്രഹത്തിൽ നമ്മൾ ശ്രമിച്ച് അത് ആയെങ്കിൽ മാത്രം നമ്മൾ എലാബറേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് 10 പേരെ മാക്സിമം, 8 അല്ലെങ്കിൽ 10 പേരാണ്. അതും നമ്മൾ മാക്സിമം ഞാൻ മനസ്സിലാക്കുന്നത് തൃശ്ശൂരിൽ നിന്നും മലപ്പുറത്തും മാത്രമായിട്ടാണ് ആദ്യം സെലക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വൈഡായിട്ട്. ഇന്ത്യയിലുള്ള എല്ലാ ഫുട്ബോൾ ആരാധകർക്ക് അറിയാം, കേരള പോലീസിൻ്റെ പീക്ക് ടൈമിൽ ഞാനും സാറും സ്ട്രൈക്കർ കളിച്ചിട്ടുണ്ട്. അതിൽ സാറിന് കുറേ, എനിക്കും സാറിനെ കുറിച്ച് കുറേ പറയാനുണ്ട്. സാറിന് ചിലപ്പോൾ എന്നെ കുറിച്ച് പറയാനുണ്ട്. സാറിൻ്റെ നല്ല മൂവ്മെൻറ്റ്സ് സാറിന് പറയാം. സാറ് ഏറ്റവും നല്ല മൂവ്മെൻറ്റ്സ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നല്ലൊരു ആക്ഷൻ ഇട്ട് പോയി ഗോൾ അടിച്ചു, അങ്ങനെ നല്ല ഗോൾസ് ഒന്ന് പറഞ്ഞു. അത് പറയുകയാണെങ്കിൽ ഞാൻ എറണാകുളം സന്തോഷ് ട്രോഫിയിൽ ഫൈനലിൽ മഹാരാഷ്ട്രയ്ക്ക് അടിച്ച ഗോള് അതൊരു മനസ്സിൽ നിന്ന് പോകാത്തൊരു ഗോളാണ്. പിന്നെ ഫെഡറേഷൻ കപ്പിലായാലും പിന്നെ നിനക്കറിയാം, വിജയനെ അറിയാം, 2 സ്ഥലത്തും 2-3 സ്ഥലത്ത് വാൾപാസ് അടിച്ചിട്ട് ബോൾ ഞാനത് ഗോൾ അടിച്ചിട്ടുണ്ട്. അതും എന്താ പറയുക, അത് റിട്ടേൺ ബോളിൻ്റെ പ്രത്യേകതയാണ്. അത് ബോൾ കിട്ടും നമുക്ക്, പക്ഷേ അത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ പന്ത് കിട്ടി നമ്മൾ ഗോൾ അടിക്കുമ്പോഴാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് പല സ്ഥലത്തും നമുക്ക് അതിനൊരു ഫീൽ ചെയ്തിട്ടുണ്ട്, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും എൻ്റെ കരിയറിലും കാര്യം നമ്മളൊരു പാസ് കൊടുത്താൽ അത് ഗോൾ അടിക്കുമ്പോഴാണല്ലോ നമുക്കൊരു അതിൻ്റെ റിസൾട്ട്. അപ്പോൾ അത് വിജയം എന്നുള്ള എനിക്ക് നിൻ്റെ ഭാഗത്ത് വളരെ പെർഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് സാറിനെ സംബന്ധിച്ച് പറയാനുണ്ടെങ്കിൽ സാറിന് അങ്ങനെ റയറായിട്ടേ കിട്ടുള്ളൂ സാർ. ഞാൻ കുറേ ആൾക്കാരുടെ കൂടെ കളിച്ചിട്ടുണ്ടെങ്കിലും സാറായിട്ടുള്ള ഒരു കോമ്പിനേഷൻ എനിക്ക് ഗോൾ അടിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഞാനും സാറായിട്ടുള്ള കെമിസ്ട്രി ആവും. കാരണം പ്രാക്ടീസ് ചെയ്തും കിട്ടിയതും പിന്നെ അത് സാറൊരു ഡീരെ പുറത്തുനിന്ന് ഫ്രീ കിക്ക് എടുക്കുമ്പോൾ എനിക്കറിയാതെ ആ ബോൾ അവിടെ വരും, പക്ഷെ ഡിഫൻസിന് അറിയില്ല, അത് നമ്മുടെ പ്ലേയേഴ്സിന് ചിലപ്പോൾ അറിയില്ല, എനിക്ക് സാറിന് അറിയുള്ളൂ. അതിൽ ഏറ്റവും വലിയ ഭയങ്കര അതൊരു ക്വാളിറ്റി, അത് സാറിൻ്റെ ക്വാളിറ്റി. ഞാനവിടുന്ന് റൺ ചെയ്ത് വരുമ്പോൾ കറക്റ്റ് എനിക്ക് ഹെഡ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഇടാമെന്ന് പറഞ്ഞാൽ അതൊരു എല്ലാവർക്കും കിട്ടുന്ന ഒരു ക്വാളിറ്റി അല്ല അത് സാറിന് ഒരു സ്പെഷ്യലായിട്ടൊരു ഗോഡ് ഗിഫ്റ്റ് എന്നൊക്കെ പറയാം. അത് വെച്ചാൽ ഞാൻ കൂടുതലും ആ 86 മുതൽ വേൾഡ് കപ്പ് കണ്ടിട്ട് അതിൽ നിന്ന് കണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നത്. അത് പിന്നെ ഇടയ്ക്ക് നമ്മൾ അവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്, ബിജാൻ ഓടി ഞാൻ ഇട്ട് തരാമെന്ന് പറയും. അപ്പോൾ നീ ഓടി വരുന്ന സമയം കൊണ്ട് ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അത് അങ്ങനെ ആർക്കും അങ്ങനെ കിട്ടിയിട്ടില്ല. '90 ഫെഡറേഷൻ കപ്പ് എന്ന് പറഞ്ഞ് ഒരാളും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മളൊരു ഫോഴ്സ് ടീമാണ്, വിൻ ചെയ്യുന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മൾ വന്ന് കിടന്ന എയർ ക്യാമ്പിൽ ബാരക്കിലൊക്കെയാണ് വന്ന് കിടന്നിട്ട് നമ്മൾ പോലീസ് ടീം കളിക്കുന്നത്. ഓരോ കളി കഴിയുന്തോറും നമ്മൾ ഇമ്പ്രൂവ് ആയിട്ട് വരാറുണ്ട്. അത് റെഡിക്കും ഞാൻ എല്ലാവരും പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫെഡറേഷൻ കപ്പ് നമ്മൾ ബാക്ക് ബോൺ നല്ലതായിരുന്നു, പക്ഷേ അതിലൊരു 1 man ഷോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫൈനലിലെ 2 ഗോളും പിന്നുള്ള സെമി ഫൈനലായാലും മറ്റുള്ള കളികളായാലും ഞാൻ സാറിന് ആ ടൂർണമെൻറ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് നമ്മുടെ തൃശ്ശൂർ അത്രയധികം കാണികളായിരുന്നു. സാറിന് അറിഞ്ഞോടെ അത്രയധികം കാണികളായിരുന്നു. ആ സാറിന് ആ ടൂർണമെൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും? അത് ശരിക്കും കാരണം 85 ഞാൻ കയറിയ ശേഷം നമുക്കൊരു എന്താ പറയുക, ഒരു പോലീസ് ടീമിന് ഒരു ഗ്രിപ്പ് ഉണ്ടാക്കി തന്ന ടൂർണമെൻറ്റാണ്. ഇവിടെ വന്ന് നമ്മളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് നമ്മൾ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴേക്കും JCTനൊക്കെ അടിച്ച് നമ്മൾ റൗണ്ടിൽ കയറി. അപ്പോൾ നമ്മുടെ ബോളിൽ എനിക്ക് തോന്നുന്നത് ടൈറ്റാൻ ഉണ്ടായിരുന്നു, ഈസ്റ്റ് ബംഗാൾ ഉണ്ടായിരുന്നു, വേറെ ഒരു ടീം കൂടി ഉണ്ടായിരുന്നു. വിഷുൻ്റെ കേട്ട് ഗാലറി അത് പകുതി 20 സ്റ്റെപ്പിൽ അവസാനം ഗാലറി ഒന്ന് ഗിന്നസ് ബുക്കിലൊക്കെ ഗാലറി ഇപ്പോഴും ഉണ്ട്. പക്ഷേ പിന്നെ അവർ ആ ഗാലറിയിൽ ഒന്ന് ഷേക്ക് വന്നതിന് ശേഷം പിന്നെ 10 ഇരുത്തിയിട്ടാണ് കളി തുടങ്ങിയത്. അന്ന് ഗ്രൗണ്ടിൽ കാലുകുത്താൻ സ്ഥലം ഉണ്ടായിരുന്നില്ല, അത്രയും പാക്കഡായിരുന്നു, കാരണം ആൾക്കാർ മുഴുവൻ ഇത് ചെയ്തിട്ട്. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ടീമിൻ്റെ പെർഫോമൻസ് എല്ലാവരും അന്നിപ്പോൾ ഒരാളെന്ന് മാത്രം പറയാൻ പറ്റില്ല, ഞാൻ മാത്രമല്ല, അന്ന് എല്ലാവരും ഒരു എൻജിൻ വർക്ക് ചെയ്യുന്ന പോലെ പോലീസ് ടീമിൽ വന്നില്ലെങ്കിൽ. അപ്പോൾ എന്നോടൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയാം പോലീസ് ടീം അല്ലെങ്കിൽ പന്ത് കളിച്ചില്ല നീ ആരാവുന്നത്, ഞാൻ പറഞ്ഞു കൂലിപ്പണിക്കാരനാവുള്ളൂ എന്ന് പറയും. കാരണം അച്ഛന് കൂലിപ്പണിയായിരുന്നു. അപ്പോൾ സാറിന് നല്ല പഠിപ്പുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഈ പോലീസ് ടീമിൽ വന്നില്ലേ സാറ് എന്തായിരുന്നേനെ? തീർച്ചയായും ചോദ്യം കറക്റ്റാണ്. ഞാനന്ന് SLC പാസ്സായതുകൊണ്ട് ജയിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും ഈ ഫീൽഡിലേക്ക് വന്നത്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ ഫാദറിന് റേഷൻ കട ഉണ്ടായിരുന്നു, കൊപ്ര ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പനെ താല്പര്യം ഒരു മൂത്തമാനാണ്, ഞാൻ ആണുങ്ങളിലെ മൂത്താണ്. എൻ്റെ താഴെ 2 പേരാണ് ജോണി സണ്ണി. പക്ഷേ അപ്പന് താല്പര്യം അപ്പനെ സഹായിക്കാൻ ഒരാൾ വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ SLC കഴിഞ്ഞപ്പോൾ എൻ്റെ ആഗ്രഹം കേരള കോളേജിൽ പഠിക്കണമെന്നായിരുന്നു. കാരണം അന്നത്തെ ഇന്ന് കുട്ടികൾ പറയുന്ന പോലെ ബ്രസീലും അർജന്റീന എന്ന് പറയുന്ന പോലെയാണ് അന്നത്തെ കേരളവർമ്മ കോളേജിൽ. അപ്പോൾ അന്ന് ഒരു മോഹത്തിന് ഞാൻ പറഞ്ഞു ഒരു 2 കൊല്ലം കേരളവർമ്മ കോളേജിൽ പഠിച്ചിട്ട് തിരിച്ചു വരാം എന്ന് തന്നെ പറഞ്ഞിട്ടാണ് പോണത്. അത് അവിടെ ഫുട്ബോൾ കളിക്കണം എന്നുകൊണ്ടല്ല പോണത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ യൂണിവേഴ്സിറ്റി കളിച്ചു,
ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കളിച്ചു, അപ്പോൾ പോലീസ് ടീമിൽ പോയി. അതല്ലെങ്കിൽ ചിലപ്പോൾ ആ ചോദ്യത്തിൽ ഇപ്പോൾ മറുപടി ഇതായിരിക്കും, ഞാൻ ചിലപ്പോൾ ഒരു ബിസിനസ്സുകാരനായിട്ടോ അല്ലെങ്കിൽ റേഷൻ കടയിലായിട്ടോ കൊപ്പർ ബിസിനസ്സൊക്കെ ആയിട്ട് ഇപ്പോൾ നാട്ടിൽ പരസ്പരം കൂടുമായിരുന്നു. എനിക്കൊരു നമ്മുടെ സത്യേട്ടൻ അറിയാം, എല്ലാവർക്കും അറിയണതാണ്. സത്യേട്ടൻ ഒരു പക്ഷേ നമ്മുടെ പോലീസ് ടീം വിട്ടു പോയില്ലെങ്കിൽ ഇപ്പോഴും സത്യേട്ടൻ നല്ലൊരു പോസ്റ്റിൽ സാറിനെ പോലത്തെ ഒരു പോസ്റ്റിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ പോലീസ് വിട്ടുപോയായിരുന്നു സത്യേട്ടൻ നമ്മുടെ ലോകത്തു നിന്ന് പോയെന്ന് എനിക്ക് തോന്നുന്നു. ശരിയാണ്, അത് സത്യം നമ്മുടെ കൂടെ ഇപ്പം ഞങ്ങളൊക്കെ റാങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ ഒരു ദിവസം ഈ 31 ആയിരിക്കും സത്യനും റിട്ടയർ ആവുക. കാരണം അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും 65 ഞാനപ്പോൾ അവൻ്റെ വൈഫിന് അനിതയോട് സംസാരിച്ചപ്പോൾ ഏപ്രിലാണ് ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ ഏപ്രിൽ സത്യൻ പോവും, മെയിൽ. അപ്പോൾ ഞങ്ങൾ അടുത്തടുത്താണ് റിട്ടയർമെൻറ്റ് വരിക. ഏകദേശം ഈ റാങ്കിൽ തന്നെ സത്യനും റിട്ടയർ ആവാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ മാതിരി ആൾ നമ്മുടെ കേരളം വിട്ടു പോയി തമിഴ്നാട്ടിൽ പോയതോടുകൂടി അയാളുടെ ലിവിങ് സ്റ്റൈൽ മാറി. പിന്നീട് അത് നമുക്കൊരു ദുഃഖമായിട്ട് മാറി. സാറേ എനിക്ക് പറഞ്ഞാൽ സാറ് ആ യൂണിഫോം അല്ലാണ്ട് നമ്മൾ ആ ഗ്രൗണ്ടിലുള്ള യൂണിഫോം അല്ലേ അതിട്ട് ജേഴ്സിയും ഇതൊക്കെ ഇട്ട് ഇറങ്ങുമ്പോഴുള്ള ആ ഒരു ഭയങ്കര ഒരു ഇഷ്ടമാണ് സാറിനോട് എനിക്ക് തീർച്ചയായിട്ടും. കാരണം വലിയൊരു അതിൽ വലിയ യൂണിഫോമിനോട് ഇതായിട്ടല്ലോ കേട്ടോ, വേറെ ഡിസിപ്ലിൻ ഇതാണ്. പക്ഷെ നമ്മൾ കളിക്കാനിടുന്ന പ്രാക്ടീസ് ഡിസിപ്ലിൻ ഇല്ല, അവിടെ സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ. അത് ഓക്കെ, അത് നമ്മുടെ ചോറാണ്, നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ ആണ് യൂണിഫോം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ കളിക്കാനിറങ്ങുമ്പോൾ ഒരു സന്തോഷവും ഇതാകുമ്പോൾ കുറച്ച് സ്ട്രിക്റ്റും ഫ്രണ്ട്ഷിപ്പും യൂണിഫോം വന്നത് ഒരു ഡിസിപ്ലിനുമാണ്. ഇന്ന് ജോലിയിൽ നിന്നാണ് സാറ് വിരമിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളുടെ കൂടെ തന്നെ നമ്മുടെ കേരളത്തിലെ എല്ലാ മലയാളികളുടെ എല്ലാ സ്വത്തായ പാപ്പ സാറ് നമ്മുടെ കൂടെ തന്നെ ഒരു അക്കാഡമി ഫുട്ബോളിൻ്റെ പിന്നാലെ എന്തായാലും ഉണ്ടാവുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. അതെ, തീർച്ചയായിട്ടും ഡയറക്ടറുടെ ഞാൻ അക്കാഡമിയുടെ ഡയറക്ടറാണ്. അതിൽ സാറും അതിലുള്ളതാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും നല്ല നല്ല അഡ്വൈസറി മെമ്പറാണ്. നല്ല കുട്ടികളെ ഓർത്തെടുക്കാൻ സുഖമായിട്ട് വരണം. ഫുട്ബോൾ അക്കാഡമി, സ്പോർട്സ് ഫുട്ബോൾ കേരള പോലീസ് അക്കാഡമി എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ പ്ലെയേഴ്സ് തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഫുട്ബോളേഴ്സ് ആയാലും തീർച്ചയായിട്ടും നല്ല കുട്ടികൾ നമുക്ക് വാർത്തെടുക്കാൻ പറ്റുന്നു അല്ല സാറേ? എന്തായാലും ഉണ്ടാവും. 24 വേണ്ടി ക്യാമറമാൻ ബിനീഷ് ബാബുരായൻ്റെ ഒപ്പം ഐ എം വിജയൻ, തൃശ്ശൂരിൽ നിന്ന്. എന്തായാലും ഐ എം വിജയൻ റിപ്പോർട്ടറായിട്ട് ശോഭിച്ചു എന്ന് തോന്നുന്നു. CB പാപ്പച്ചൻ, താങ്കൾക്ക് പ്രായമൊന്നും ആയിട്ടില്ല ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ താങ്കളൊരു കേരളവർമ്മ കോളേജ് പ്രോഡക്റ്റുമാണ്. താങ്കൾ ഒരുപാട് കാലം ഈ ഫുട്ബോൾ രംഗത്ത് തന്നെ ഉണ്ടാവുക, ഒരുപാട് പുതിയ നവാഗത പ്രതിഭകളെ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓൾ ദ ബെസ്റ്റ് CB പാപ്പച്ചൻ. താങ്ക് യു ഐ എം വിജയൻ. അപ്പോൾ ഗാഥ ഗായത്രി പറയുന്നു, എന്നും മുടങ്ങാതെ ഞങ്ങൾ കാണുന്ന ഒരേ ഒരു വാർത്താ ചാനലാണ് 24. വളരെ സന്തോഷം ഗാഥ. തീർച്ചയായിട്ടും ഈ വാർത്താ ചാനൽ കാണുമ്പോൾ നിങ്ങൾക്ക് ശ്വാസമുട്ടലൊന്നും ഉണ്ടാകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേസമയം ചിലപ്പോൾ ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് നേരം വൈകുന്നേരം തത്സമയം വന്നിരുന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, 1-2 സുഹൃത്തുക്കൾ നല്ല പച്ചത്തെറി വിളിച്ചിട്ടുണ്ട് എന്നെ. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. ചില ആൾക്കാരെ കാണുമ്പോൾ ചില ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ പറയുന്ന അവരോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം മറ്റേ കേസാണ്, വാഴ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി വാഴയുടെ പുരാണത്തിലേക്ക് ഞാൻ വീണ്ടും പോകുന്നില്ല. കാര്യം വളരെ പോപ്പുലറാണ് ഈ വാഴ പുരാണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ ഇങ്ങനെയൊക്കെ വിളിക്കുന്ന മറ്റുള്ള ആളുകളെയൊക്കെ തന്നെ വളരെ അലോസരപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ആൾക്കാർ ആ സമയത്ത് ഞാൻ പറഞ്ഞ ഈ സൂത്രവാക്യം ഓർക്കുക, നമ്മുടെ മരവാഴ. ഇനി ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരികയാണ്. കോവിഡ് വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് വിശദ പഠനത്തിനൊരുങ്ങി കേന്ദ്ര സർക്കാർ. കോവിഷീൽഡ് വാക്സിൻ്റെ ഒറ്റ ഡോസ് മതിയോ എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ വിദഗ്ധ സമിതി ഇപ്പോൾ പരിശോധിക്കുകയാണ്. ഞാനൊക്കെ ആദ്യ ഡോസ് കോവിഷീൽഡ് എടുത്ത ആളാണ്, നിങ്ങൾ മനസ്സിലാക്കണം. വാക്സിൻ ഡോസുകൾ തമ്മിലുള്ള ഇടവേള കൂട്ടുന്നതും ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു 6 ആഴ്ച എന്നുള്ളത് ഒരു കുറച്ച് ആഴ്ചകൾ കൂടി പോയാലും കുഴപ്പമില്ല കോവിഷീൽഡ് വാക്സിൻ്റെ മറ്റുള്ള വാക്സിൻ്റെയും കാര്യത്തിൽ. വ്യത്യസ്ത വാക്സിൻ ഡോസുകൾ നൽകുന്നതിലെ സാധ്യതയും ഇപ്പോൾ കേന്ദ്ര സർക്കാർ പരിശോധിച്ചു വരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത്. ഡൽഹിയിൽ നിന്നും ടെലിഫോൺ ലൈനിൽ നിതിൻ അംബുജനുണ്ട്. നിതിൻ, എന്തൊക്കെ വിശദാംശങ്ങളാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്?
SKN കോവിഡ് വാക്സിനേഷൻ സംബന്ധിച്ചൊരു വിശദമായ പഠനത്തിന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിദഗ്ധ സമിതി ഇപ്പോൾ പഠനം ആരംഭിച്ചു കഴിഞ്ഞു. പ്രധാനമായും ചില കാര്യങ്ങൾ പരിശോധിക്കുന്നത് 2 വ്യത്യസ്ത വാക്സിനുകൾ സ്വീകരിക്കാൻ സാധിക്കുമോ എന്നാണ് ആലോചിക്കുന്നത്. അതായത് കോവിഷീൽഡ് ഒരു ഡോസ് സ്വീകരിച്ച ശേഷം അടുത്ത ഡോസ് കോവാക്സിൻ സ്വീകരിക്കാൻ സാധിക്കുമോ, അതിൽ വല്ല ആരോഗ്യ പ്രശ്നമുണ്ടോ, അത്തരം കാര്യങ്ങളാണ് പ്രധാനമായും വിദഗ്ധ സമിതി പരിശോധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഓഗസ്റ്റ് വരെയുള്ള സ്ഥിതി പരിശോധിക്കും. അതിനുശേഷം മാത്രമേ ഒരു അന്തിമ തീരുമാനം സ്വീകരിക്കുകയുള്ളൂ. ഒപ്പം തന്നെ നിലവിൽ ഇപ്പോൾ രാജ്യത്ത് ഉപയോഗിക്കുന്ന കോവിഷീൽഡ് വാക്സിൻ വെക്ടർ വൈറൽ ടെക്നോളജി അധിഷ്ഠിതമായ വാക്സിനാണ്. ഈ വാക്സിൻ ഡബിൾ ഡോസിന് പകരം ഒരു സിംഗിൾ ഡോസ് വാക്സിൻ യൂസേജ് ആയിട്ട് മാറ്റാൻ പറ്റുമോ എന്നൊരു സാധ്യത കൂടി ഇപ്പോൾ വിദഗ്ധ സമിതി പരിശോധിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ അത് ഒറ്റ ഡോസ് മാത്രം സ്വീകരിക്കുക എന്ന ഒരു തരത്തിലേക്ക് പോകും. അമേരിക്കയിൽ ഉപയോഗിക്കുന്ന ജോൺസൺ ആൻഡ് ജോൺസൺ വാക്സിനും ഇതുപോലെ വെക്ടർ വൈറൽ ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന അധിഷ്ഠിതമായ വാക്സിനാണ്. അമേരിക്കയിലും സമാനമായ രീതിയിൽ തന്നെ സിംഗിൾ ഡോസ് യൂസേജ് മാത്രമേ നിലവിലുള്ളൂ. ആ ഒരു പശ്ചാത്തലത്തിൽ കോവിഷീൽഡിന്റെ ഒരു ഒറ്റ ഡോസ് മാത്രം മതിയോ എന്നൊരു സാധ്യത ഇപ്പോൾ പരിശോധിക്കുകയാണ്. എന്തായാലും നിലവിലെ സ്ഥിതി ഇപ്പോൾ പരിശോധിച്ച ശേഷം ഒരു അന്തിമ തീരുമാനം ഓഗസ്റ്റിൽ മാത്രമേ സ്വീകരിക്കൂ എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകിയിരിക്കുന്ന വിവരം. ഈ ഒരു പശ്ചാത്തലത്തിൽ വിദഗ്ധമായ ഒരു പഠനത്തിൽ തന്നെയാണ് ഇപ്പോൾ വാക്സിനെ സംബന്ധിച്ച് പോകുന്നത്. ഒപ്പം തന്നെ കോവാക്സിനും എല്ലാം തന്നെ ഇപ്പോൾ കോവാക്സിൻ ഒറ്റ ഡോസ് സ്വീകരിച്ച ശേഷമുള്ള ഇടവേള കൂട്ടുന്ന കാര്യം ഇപ്പോൾ പരിഗണനയിലാണ്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വിശദമായ ഒരു പഠനത്തിനാണ് ഇപ്പോൾ വിധേയമാക്കുന്നത്. നിലവിൽ ഇപ്പോൾ കോവിഷീൽഡ് വാക്സിൻ 12 ആഴ്ച മുതൽ 14 ആഴ്ചയാണ് ഒരു ഡോസ് സ്വീകരിച്ച ശേഷമുള്ള ഇടവേളയെ നിശ്ചയിച്ചിരിക്കുന്നത്. അത് കുറയ്ക്കണോ അല്ല കൂട്ടണോ സംബന്ധിച്ച് ഇപ്പോൾ പരിശോധിക്കും. അങ്ങനെ വിശദമായ ഒരു പഠനത്തിനാണ് വാക്സിനേഷൻ ഇപ്പോൾ വിധേയമാക്കുന്നത്. താങ്ക് യു നിതിൻ അംബുജൻ. ടെലിഫോൺ ഡൽഹിയിൽ നിന്നും ചേരുകയായിരുന്നു നിതിൻ അംബുജൻ. യഥാർത്ഥത്തിൽ കോവിഷീൽഡ് പോലുള്ള വാക്സിനേഷൻ ഒരു ഡോസിൽ നിർത്താൻ കഴിയുമെന്ന് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതുപോലെ മറ്റ് വാക്സിൻ്റെ കാര്യം തീവ്രമായി ആലോചനയിലാണ്. കാരണം 3ാം തരംഗം, തേർഡ് വേവ് എന്ന് നമ്മൾ വിളിക്കുന്ന ഈ സംഭവം ഇന്ത്യയിൽ ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനു മുമ്പേ തന്നെ നമ്മുടെ നാട്ടിൽ പരമാവധി ആളുകളെ വാക്സിനേഷൻ എടുപ്പിക്കുക എന്നതായിരിക്കും ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ചുമതല. ബെൻസൺ ജോൺ പറയുന്നു, CV പാപ്പച്ചനും IM വിജയനും തമ്മിലുള്ള സംഭാഷണം കേട്ടപ്പോൾ ഒരുപാട് കാലം പിറകോട്ട് പോയി, പഴയ സന്തോഷ് ട്രോഫിയൊക്കെ ഓർത്തുപോയി. ഈ താരങ്ങളുടെ ഫോട്ടോ കണ്ടപ്പോൾ, സന്തോഷ് ട്രോഫി താരങ്ങളെ കണ്ടപ്പോൾ മനസ്സിന് വലിയൊരു സുഖം തോന്നിയെന്നാണ് ബെൻസൺ പറയുന്നത്. എല്ലാവർക്കും അതുതന്നെയാണ്. കാൽപന്ത് കളിയിലൂടെ കേരളത്തിൻ്റെ പ്രശസ്തിയും ഖ്യാതിയും ലോകത്തെവിടെയും കൊണ്ടുവന്നവരാണ് പാപ്പച്ചനും വിജയനുമൊക്കെ. അപ്പോൾ അവർ തീർച്ചയായിട്ടും അവർ സംസാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്നല്ലേ പറയുന്നത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമുക്ക് കേട്ട് ബോറടിച്ചു എന്ന് നമ്മൾ പറയും, നമ്മൾ വല്ലാതെ മുഷിയും കേൾക്കുമ്പോൾ. പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനമാണ്. പുകയിലയുടെ ദോഷവശത്തെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുക, പുകയില ഉൽപ്പന്നങ്ങൾ നിയന്ത്രിക്കാൻ അധികൃതരെ പ്രേരിപ്പിക്കുക എന്നൊക്കെയാണ് ഈ ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ ലക്ഷ്യം. പുകയില പൂർണ്ണമായും ഉപേക്ഷിക്കുക എന്നതാണ് ഈ ദിനത്തിൻ്റെ പ്രമേയം. പ്രേക്ഷകർ അറിയേണ്ട ഒരു കാര്യം, ഈ പുകയില ഉണ്ടാക്കുന്നത് പോലെ അപകടം ഈവൻ ചെറിയ മദ്യം പോലും ഉണ്ടാക്കില്ല എന്നാണ് വിവരമുള്ള ആൾക്കാർ പറയുന്നത്. അതിൻ്റെ അർത്ഥം ശ്രീകണ്ഠനായർ പറഞ്ഞു മദ്യം വാങ്ങിച്ച് കഴിക്കാൻ എന്ന് പറഞ്ഞു കളയരുത്. ഞാൻ അതല്ല പറഞ്ഞ് ലെസർ ഈവിൾ എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്. കാരണം ഈ പുകയിലയൊക്കെ അമിതമായി ഉപയോഗിക്കുന്ന ആളുകളിൽ ക്യാൻസർ രോഗം വരും എന്ന് ഇതിനകം തന്നെ പഠനങ്ങളൊക്കെ തെളിയിച്ചിട്ടുണ്ട്. ഡോക്ടർ VP ഗംഗാധരനെ പോലെ ഈ രംഗത്ത് വളരെ പ്രഗത്ഭരായ ആളുകൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ലോക പുകയില വിരുദ്ധ ദിനത്തിൽ ഒരുപാട് അപകടങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ആ അപകടങ്ങളൊക്കെ തട്ടി നീക്കി കളയാൻ വേണ്ടിയാണ് ഈ വിശദാംശങ്ങൾ തരുന്നത്. പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളും ശ്വാസകോശത്തെയും മറ്റവയവങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് വിദഗ്ധ പഠനങ്ങളുണ്ട്. ഈ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബോധവൽക്കരണത്തിനായി ലോക പുകയില വിരുദ്ധ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം മൂലമുള്ള ദൂഷ്യഫലങ്ങളും അതുമൂലമുള്ള മറ്റ് സാമൂഹിക പ്രശ്നങ്ങളും പുകയില ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ വേൾഡ് നോ ടൊബാക്കോ ഡേ എന്നതുകൊണ്ട് ആചരിക്കുന്നതിന് പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്നത്. പുകവലിക്കുന്ന കോവിഡ് ബാധിതരിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന. ഈ സാഹചര്യത്തിലാണ് പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പൂർണ്ണമായും ഉപേക്ഷിക്കുക എന്ന സന്ദേശത്തിന്റെ പ്രസക്തിയും. സ്ഥിരമായി പുകവലിയുള്ളവർ, അങ്ങനെയുള്ളവർക്ക് കൊറോണ വന്നു കഴിഞ്ഞാൽ തീവ്രമായ അസുഖത്തിലേക്ക് മാറുകയും മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത് ആളുകൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് പുകവലി നിർത്താനുള്ള ഒരു ആഗ്രഹം നേരത്തെക്കാൾ കൂടുതലായിട്ടുണ്ട്. അത് പ്രചോദിപ്പിക്കുകയും അതുവഴി പുകവലി അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുകയും ചെയ്യുക. ഇതാണ് ലോകാരോഗ്യ സംഘടന ഇപ്രാവശ്യം കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. പുകയില ഉപയോഗിക്കുന്നവരിൽ മാത്രമല്ല
അവരോട് അടുത്തിടപഴകുന്നവരിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്നു. പുകവലിക്കാത്തവരുമായി താരതമ്യം ചെയ്യുമ്പോൾ പുകവലിക്കുന്നവരിൽ അർബുദമടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമാകുന്നു. പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പൂർണ്ണമായും നിർത്തുന്നതുവഴി സ്വന്തം ആരോഗ്യ സംരക്ഷണം മാത്രമല്ല, കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ആരോഗ്യ സംരക്ഷണമെന്ന വലിയൊരു ഉത്തരവാദിത്വവും നിറവേറ്റുകയാണ് നമ്മൾ. റിസർച്ച് ഡെസ്ക് 24. അപ്പോൾ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, പുകവലിക്കാതിരിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മൾ പുകവലിച്ചാൽ നമ്മൾ സാധാരണഗതിയിൽ ഒരാളോട് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്താൽ എന്തോ ചെയ്യും എന്ന് ചോദിക്കുന്നവരുണ്ട്. നമ്മൾ വാശി കയറ്റി നമ്മുടെ ശരീരം കളയരുത് എന്നാണ് പറയാനുള്ളത്. KT രാമചന്ദ്രൻ്റെ ഒരു ചെറിയ കോമഡി. അദ്ദേഹം പറയുന്നത്, ഒരു പഞ്ചായത്തിൽ ഒരാൾക്ക് വാക്സിൻ കൊടുത്താൽ മതിയോ എന്നൊന്ന് ഗവേഷണം ചെയ്യുന്നത് നന്നായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ മെസ്സി ജോസഫ് പറയുന്നത്, CBSE എക്സാം വേണ്ടെന്ന് വയ്ക്കാൻ സർക്കാർ ആലോചിക്കുന്നു. എന്നാൽ സ്റ്റേറ്റ് സിലബസിലെ പ്രാക്ടിക്കൽ പരീക്ഷ വേണമെന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഷിംല പറയുന്നു, CV പാപ്പച്ചൻ റിട്ടയർ ചെയ്യുന്നത് കേട്ടപ്പോൾ എൻ്റെ പാപ്പൻ ഗിരീഷ് കുമാറും ഇന്ന് ഗവൺമെൻറ് സർവീസ് സപ്ലൈകോയിൽ നിന്ന് റിട്ടയർ ചെയ്യുകയാണ്, അദ്ദേഹത്തിനും ആശംസ വേണം. റിട്ടയർമെൻ്റ് എന്നൊരു സംഭവം വേണ്ടത്. മനസ്സിൽ റിട്ടയർമെൻറ്റ് കുറിച്ചാൽ നിങ്ങൾ അവശരായി പോവും. റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വർദ്ധിത വീര്യത്തോടെ അങ്ങ് സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, അതിനെക്കുറിച്ച് ആലോചിക്കാൻ കുറച്ച് സമയം തരാം. നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് ഒരു ഇടവേള വേണം. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 51 മിനിറ്റാണ്. ഇടവേളയ്ക്ക് പോകും മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി, ഒരു ദുഃഖകരമായ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ പോകാം. മഴക്കാലമായാൽ ഇവിടുത്തെ ഓരോ വീടുകളും ദ്വീപാണ് എന്ന് ടോബിൻ തോമസ് പറയുന്നു. ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ സർക്കാരിന് കഴിയില്ലേ? സത്യം പറഞ്ഞാൽ മടുത്ത് സാർ, ഇവിടെ വിട്ടുപോകാൻ മറ്റൊരു മാർഗമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ തന്നെ കഴിയുന്നത്. എനിക്കറിയാം, ടോബിൻ തോമസെ പോലെ നമ്മുടെ തീരപ്രദേശത്ത് താമസിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ കണ്ണീർ കാലത്താണ് ജീവിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണ്ണാടി പിടിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്.